ഞാനും നിങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ ദുനിയാവ് അവസാനിക്കുമെന്ന് എല്ലാവരും സമ്മതിച്ചല്ലേ? ഇന്നത്തെ ശാസ്ത്രം പോലും തലകുലുക്കി സമ്മതിക്കുന്നുണ്ടല്ലോ, ഈ ദുനിയാവ് അവസാനിക്കുന്നതാ, ഈ ലോകം നശിക്കുന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നവരെ. എന്നാൽ ഏതൊരു ഈമാനുള്ള വിശ്വാസിയായ ആളുകൾക്കും അറിയാം എപ്പോഴാ ലോകം അവസാനിപ്പിക്കുക, എപ്പോഴാ ലോകം അവസാനിക്കുക. ഇസ്രാഫീൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ അല്ലാഹു പടച്ചു തമ്പുരാൻ ഓതാൻ പറയുമ്പോ ലോകം അവസാനിക്കുമെന്ന് മനസ്സിലാക്കി വെച്ചവരെ, ഓ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇന്നത്തെ അവസ്ഥ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു സ്വഹാബത്തിനോട്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇന്നത്തെ അവസ്ഥയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. നമുക്കറിയുമോ ഹബീബായ തങ്ങളതാ വിവരിച്ചു കൊടുക്കുകയാണ്. അതിൽ തകമൽ കർനാഹ, ആ ഊത്തുകൊമ്പ് വായിലേക്ക് വച്ചിരിക്കുകയാണ്. വഹനൽ ജബഹത, നെറ്റിത്തടമതാ ചുളിച്ചിരിക്കുന്നു. വാസുഹാബില്ലുഹ്നി, കാതുകൊണ്ട് കൂർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടോ യുമറൂഹു, എപ്പോഴാണോ പടച്ചതമ്പുരാന്റെ കൽപ്പന വരിക, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമേ കാഹളത്തിലൊന്ന് ഊതണേ എന്നുള്ള പടച്ചതമ്പുരാന്റെ അവിടുത്തെ കൽപ്പന കാത്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുന്നതാ നെറ്റിച്ചളം ചുളിച്ചുകൊണ്ട് കണ്ണുകളതാ നട്ടുകൊണ്ട് ആകാശഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് കാത് കോർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ ഒരു ചിന്ത നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സൂറെന്ന് പറയുന്ന ഊത്തുകൊമ്പ് വായിലേക്ക് വെച്ചുകൊണ്ട് ആകാശഭാഗത്തേക്ക് നോക്കിയിരിക്കുന്നു. എന്തേ? എന്റെ യജമാനനായ പടച്ചതമ്പുരാന്റെ വിളി, ആ ഒരു കൽപ്പന ആയോ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അല്ലാഹു തആല നമുക്കൊക്കെ ബോധം നൽകുമാറാവട്ടെ, ആ ഒരു ചിന്ത നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ വേഗം തന്നെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കുന്നു, സമയം വളരെ കുറവാണ്. എന്നാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുന്നു. ലോകം അവസാനിച്ചുകൊണ്ട് നമുക്ക് മഅ്ശറയിലേക്ക് കടന്നു വരാം. അള്ളാഹു പടച്ചതമ്പുരാൻ പറയുകയാണ്, വയൗമ യൻഫഖു ഫിസ്സൂർ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി, ആകാശത്തും ഭൂമിയിലുള്ള സർവമാന വസ്തുക്കളും അതാ ഭയപ്പെടുകയാണ്, പേടിക്കുകയാണ്. ഇല്ലാഹ മൻ ശാ അല്ലാഹ്, അള്ളാഹു പടച്ചതമ്പുരാൻ ഉദ്ദേശിച്ചതായ ആളുകളല്ലാതെ എല്ലാവരും പേടിച്ച് വിറച്ചു പോകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോ പവിത്രമായ ഖുർആൻ ശരീഫിന്റെ ഒരുപാട് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പല ഭാഗത്ത് പറയുമ്പോ ഒന്നാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാഹളത്തിൽ ഊതുമ്പോ അവിടുന്ന് പേടിപ്പെടുത്താനുള്ള ഊത്താണെങ്കിൽ കേട്ടോളൂ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇദാ സിൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമിയെ അവിടുന്ന് കിടലം കൊള്ളിക്കുന്നതായ സന്ദർഭമുണ്ടല്ലോ.
എപ്പോഴാ ഭൂമിയെ കിടിലം കൊള്ളിക്കുക? ഒന്നാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാഹളത്തിൽ ഊതുമ്പോ അവിടുന്ന് ഭൂമി ഇതാ കിടിലം കൊള്ളുകയാ. അഖ്റജത്തിൽ അർളു അസ്ഖാഹാ ലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങളതാ പുറന്തള്ളുകയാ. എന്നിട്ടോ വഖാലൽ ഇൻസാനു മാലഹാ, അന്താളിച്ചുകൊണ്ട് ഭയവിഹ്വലരായിക്കൊണ്ട് മനുഷ്യരതാ ചോദിക്കുന്നു, എന്തേ ഭൂമിയെ നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയെന്ന് ആ മനുഷ്യരവിടെന്ന് ചോദിക്കുകയാ. ആ സമയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, തുഹദ്ദിസു അഖ്ബാറഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ആ ഭൂമി അതാ അതിന്റെ വർത്തമാനങ്ങളൊക്കെ പറയിപ്പിച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുമ്പോഴുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുക. അത് ഒന്നാമത് നശിക്കാനുള്ളതല്ല, പേടിപ്പെടുത്താനുള്ളതാണ്. അതിനുശേഷമോ ഭൂമി അതാ കിടിലം കൊള്ളുന്നു. ഒരുപാട് സംഭവ വികാസങ്ങളാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ ശരീഫ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹുവേ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിച്ചുകൊണ്ട് പവിത്രമായ ഖുർആനിൽ ശരീഫിലൂടെ അല്ലാഹു തആല പറയുകയാ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ സൂക്ഷിക്കടേ, പടച്ചതമ്പുരാന് നിങ്ങൾ സൂക്ഷിക്കടേ. കേട്ടോളൂ, ഒരുപാട് പടച്ചതമ്പുരാൻ കൽപ്പന തരുമ്പോ പുറങ്കാലുകൊണ്ട് തട്ടിയെറിയുന്നവരെ കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്തിനാ പേടിക്കാൻ പറയുന്നതെന്നറിയോ? ഇന്ന സൽസലത സാഅതി ശൈഉൻ അലീം, അവിടുന്ന് ഭൂമി കിടിലം കൊള്ളുമല്ലോ. നാളെ ഖിയാമത്ത് നാള് സംഭവിക്കുന്ന സമയത്ത്, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുണ്ടാകുന്ന കിടിലം കൊള്ളലുണ്ടല്ലോ, അത് ശൈഉൻ അലീം, അത് വല്ലാത്ത ഗൗരവമുള്ളതാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നു. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വല്ലാത്തൊരു ചർച്ചകൾ നടന്നിരുന്നു. ലോകാവസാനം അടുത്തിരിക്കുന്നു എന്ന് ഉണ്ടായിരുന്നില്ലേ? ലോകാവസാനം അടുത്തിരിക്കുന്നു. അത് 2012 ഡിസംബർ മാസത്തിൽ ലോകം അവസാനിക്കും എന്ന് ഒരുപാട് പ്രചാരണങ്ങൾ അങ്ങനെ നടന്നിരുന്നു. സാധുക്കളായ വിശ്വാസികൾക്ക് പോലും ചിലപ്പോൾ സംശയം വന്നിട്ടുണ്ടാകും, ഉസ്താദ് ശരി തന്നെ ആയിരിക്കുമോ എന്ന്, അല്ലേ? എന്നാൽ ആ 2012നോടനുബന്ധിച്ച് ലോകം അവസാനിക്കും എന്ന പേരിൽ ഒരു ചലച്ചിത്രം അവിടുന്ന് പ്രചാരത്തിൽ വന്നിരുന്നു. അത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഉസ്താദെ, ഒരുപാട് സഹോദരങ്ങൾ പറയാറുണ്ട്, എന്ത് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് അതിലുള്ളത്, വല്ലാത്ത അനുഭവം തന്നെയാണ്. ലോകം അവസാനിക്കുന്ന രംഗങ്ങളെ കുറിച്ചാണ് അതിൽ പരാമർശിക്കുന്നത്, അതിൽ ദർശിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന സഹോദരങ്ങളെ, ഒരിക്കലും തന്നെ ഒരാൾക്കും അവിടുന്ന് ഖിയാമത്ത് നാള് എന്നാണ് സംഭവിക്കുക എന്ന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്നാലോ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് അന്താളിച്ചുപോയ ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അത് വെറും ഒരു ഭാവന മാത്രമാണ്, അത് വെറും ഒരു സങ്കല്പം മാത്രമാണ്. എന്നാൽ ആ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുണ്ടാകുന്ന ആ അവിടുന്ന് ഭയമുണ്ടല്ലോ, ആ കിടിലം കൊള്ളലുണ്ടല്ലോ, അത് വല്ലാത്ത കാര്യമാണെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. ശൈഉൻ അലീം എന്നാണ്, അത് വല്ലാത്തൊരു കാഠിന്യം തന്നെയാ. എന്നിട്ടോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവേ യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, ആ ദിവസത്തിൽ, പേടിപ്പെടുത്തുന്ന ദിവസത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുല കൊടുക്കുന്ന പെണ്ണുണ്ടെങ്കിൽ, മുല കൊടുക്കുന്നതിലും അവൾക്ക് ശ്രദ്ധ പോവുകയാ, അവർ അറിയുന്നില്ല, ആ കുഞ്ഞിനെ കുറിച്ച് ചിന്തയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ആ
ദിവസത്തിൽ ഏതെങ്കിലും ഒരു ഗർഭിണിയുണ്ടെങ്കിൽ അവിടെ ഗർഭമതാ പ്രസവിച്ചു പോവുകയാ. അത്രത്തോളം പ്രയാസമാണ്, അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ദിവസത്തിന്റെ ഭയാനകത വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുകയാ. ദിവസത്തിൽ ജനങ്ങളെ മസ്ത് ബാധിച്ചതായി കാണുന്നതാ, ലഹരി ബാധിച്ചതായി കാണുന്നതാ. അല്ലാഹുവേ, എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വമാഹും ബിസുഖാറാ, എന്നാൽ അവർ ലഹരി ബാധിച്ച ആളുകളല്ല, അവർക്ക് മസ്ത് ബാധിച്ചിട്ടില്ല. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഒന്നാമത്തെ കിടിലം കൊള്ളുമ്പോ ഭൂമിയതാ കിടിലം കൊള്ളുകയാണ്, സമുദ്രങ്ങളതാ അവിടുന്ന് തീ കത്തിച്ചാല് ജ്വലിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ഊതുന്ന സമയത്ത് എല്ലാവരും പേടിച്ച് വിറക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഒന്നാമത്തെ ഊത്ത് പേടിപ്പെടുത്താനുള്ള ഊത്താണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഊത്തോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഊത്ത് എന്തിനുള്ളതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വനഫഖ ഫിസ്സൂർ. സൂറെന്ന് പറയുന്ന ആ ഊത്തുകൊമ്പുണ്ടല്ലോ, അതിൽ ഊതപ്പെടുന്ന സമയത്ത് ആകാശത്തും ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും അതാ നശിക്കുകയാണ്, എല്ലാവരും അതാ മരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഇല്ലാഹ മൻ ശാ അല്ലാഹ്. അവിടെയും അല്ലാഹു തആല പറയുന്നത് പടച്ച തമ്പുരാൻ ഉദ്ദേശിച്ച ആളുകളല്ലാതെ ബാക്കി എല്ലാവരും മരിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. രണ്ടാമത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഊത്ത് കാരണം എല്ലാവരും അതാ മരിക്കുകയാണ്, എല്ലാവരും മരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ, ഒരു ഇടി നമുക്ക് കേൾക്കുമ്പോൾ, ഒരു ശബ്ദം സാധാരണയിൽ അധികമായി കൊണ്ട് ശബ്ദത്തിൽ ഇടി ഉണ്ടാകുമ്പോൾ നമുക്ക് പേടിയല്ലേ, നമുക്ക് ഭയമല്ലേ, വിറച്ചു പോകുമെന്നാൽ ഒരിക്കലും തന്നെ ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളും ആ ഇടിയുടെ കാരണം കൊണ്ട് മരിക്കുന്നില്ല, ആ ഇടിയുടെ കാഠിന്യം കൊണ്ട് ഒരിക്കലും മരിക്കുന്നില്ല. എന്നാലോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ ഊതൂതുന്ന സമയത്ത് ആകാശത്തും ഭൂമിയിലുള്ള സർവമാന വസ്തുക്കളും അതാ മരിക്കുകയാണ്. ഇല്ലാഹ മൻ ശാ അല്ലാഹ്. പടച്ചതമ്പുരാൻ ഉദ്ദേശിച്ചതായ ആളുകളല്ലാതെ ബാക്കി മുഴുവൻ ആളുകളും അവിടുന്ന് മരിച്ചു പോകുമെങ്കിൽ ആരൊക്കെയാ മരിക്കാത്തതെന്നറിയോ? വേഗം തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്. അതേപോലെ തന്നെ ഹംലത്തുൽ അർശ് എന്ന് പറയുന്ന ഒരു മലക്കുകളുണ്ട്, അർശിനെ വഹിക്കുന്നവര്. ആ വിഭാഗം മലക്കുകളല്ലാത്ത ബാക്കി മുഴുവൻ മലക്കുകളും അതാ മരിക്കുകയാണ്. ഈ ഊത്തിന് മുമ്പായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മന്ദമാരുതിനെ ഈ ലോകത്തേക്ക് അയക്കുന്നു. എന്തിനു വേണ്ടി? ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു ചരിത്രമല്ല, ഒരു കഥയല്ല, ഒരു നാടകമല്ല, ഒരു നോവലല്ല, മറിച്ചോ ഈ ദുനിയാവിൽ നാളെ സംഭവിക്കാനുള്ളത് ആയത്തിന്റെയും ഹദീസിന്റെയും പിൻബലത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മന്ദമാരുതൻ ഈ രണ്ട് ഊത്തുകൾക്ക് മുമ്പ് അവിടുന്ന് വർഷിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളായ ആളുകളെ അത് തഴുകി തലോടിക്കൊണ്ട് അവരെ മരിപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ഈ രണ്ട് ഊത്ത് ഊതുന്നത്. ആ രണ്ട് ഊത്തോടുകൂടി എല്ലാവരും മരിക്കുന്നു. ഈ 4 മലക്കുകളും അതേപോലെ 5 മലക്കുകൾ ഒഴിച്ച് അവസാനം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു. അവിടുന്ന് അസ്രായീലിനോട് പറയുന്നു, അസ്രായീലേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും റൂഹ് പിടിക്കുക. അങ്ങനെ എല്ലാവരുടെയും റൂഹ് പിടിക്കുകയാണ്. ആ സമയത്ത് ശപിക്കപ്പെട്ട പിശാചിന്റെ റൂഹ് പിടിക്കാനുണ്ടല്ലോ, ശപിക്കപ്പെട്ട പിശാചിന്റെ റൂഹ് പിടിക്കണ്ടേ? ആ സമയത്ത് പടച്ച തമ്പുരാന്റെ ഭാഗത്തുനിന്ന് കൽപ്പന വരുന്ന അസ്രായീൽ,
അവനെ പെട്ടെന്ന് തന്നെ റൂഹ് പിടിക്കാൻ സാധിക്കൂല. വല്ലാത്ത കുൽസൃതമായ ശ്രമമുള്ളവനാ, വല്ലാത്ത കഴിവുള്ളവനാണ് പിശാച് കേട്ടോ. അതുകൊണ്ട് തന്നെ 70,000 മലക്കുകളുടെ പിൻബലത്തിൽ നിങ്ങൾ പോവുക. എവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാലും സമ്മതിക്കരുത്. അവസാനം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോ ശപിക്കപ്പെട്ട പിശാചത സമുദ്രത്തിലേക്ക് മുങ്ങുകയാണ്. സമുദ്രത്തിലേക്ക് മുങ്ങി നോക്കുമ്പോ അവിടെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ തൊട്ട് മുമ്പിലുണ്ട്. അവിടുന്ന് അന്തരീക്ഷത്തിലൂടെ പറക്കുകയാണ്. സമയത്തും അസ്രായീൽ അലൈഹിസ്സലാമെ പിന്തുടരുകയാ. അവസാനം എവിടെ നോക്കുമ്പോ പർവ്വതത്തിന്റെ പിന്നിൽ ഒലിക്കാൻ നോക്കുമ്പോ സാധിക്കുന്നില്ല. എവിടെ നോക്കിയാലും അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ അവസാനം ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും മോശമായ രൂപത്തില്, ഏറ്റവും പ്രകാശമുള്ള രൂപത്തില്, ഏറ്റവും അവിടുന്ന് വേദനയോടെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മരിപ്പിക്കുകയാണ്. എല്ലാവരും മരിക്കുകയാണ്. ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അസ്രായീലെ ഇനിയാര് ദുനിയാവിൽ ബാക്കിയുണ്ട്? ഇനിയാര് ദുനിയാവിൽ ബാക്കിയുണ്ട്? ആ സമയത്ത് പറയുന്നു, അല്ലാഹുവേ, ലഈഫായ ഞാനുണ്ട് റബ്ബേ, ലഈഫായ ഞാനുണ്ട് റബ്ബേ. ആ സമയത്താണ് അസ്രായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നത്, എന്റെ വാക്ക് നീ മറന്നുപോയോ അസ്രായീൽ? ഏത് വാക്കെന്നറിയോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏത് ശരീരവും മരണത്തെ രുചി നോക്കുന്നതാ. ആ ഒരു വാക്ക് നീ മറന്നുപോയോ അസ്രായീൽ? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും മരിച്ചേ പറ്റൂ. അവിടുന്ന് അല്ലാഹു തആല പറയുന്ന, അസ്രായീലേ, നീ തന്നെ സ്വന്തമായി റൂഹ് പിടിക്കുക, നീ തന്നെ റൂഹ് പിടിക്കുക. സമയത്തതാ സ്വർഗനരകത്തിന്റെ ഇടയിലുള്ള സ്ഥലത്തേക്ക് അസ്രായീൽ പോവുകയാണ്. എന്നിട്ടോ അവിടുന്ന് റൂഹ് പിടിക്കുകയാണ്. റൂഹ് പിടിച്ചുകൊണ്ട് തൊണ്ടക്കോയിലെത്തുന്ന സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? എന്റെ കാന്തപുരത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇന്ന് വരെ മരണത്തിന്റെ വേദന അറിയില്ല. റൂഹ് പിടിച്ച ശീലമല്ലേ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്വന്തമായി റൂഹ് പിടിക്കുമ്പോ അവിടുന്ന് അട്ടഹസിക്കുകയാ, നിലവിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, വല്ലാഹ്, മരണത്തിന് ഇത്രത്തോളം വേദനയുണ്ടെന്ന് ഞാൻ മുമ്പ് അത് അറിഞ്ഞിരുന്നെങ്കിലേ, മരണത്തിന് ഇതിത്രമാത്രം വേദനയുണ്ടെന്ന് ഞാൻ ഇതിനു മുമ്പെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെയും റൂഹ് പിടിക്കുന്ന സമയത്ത് വളരെ ലഘുവായിക്കൊണ്ട് മാർദ്ദവത്തോടെ അല്ലാതെ ഞാൻ പിടിക്കുകയില്ലെന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു പോയെങ്കിൽ നമുക്കറിയൂല്ലേ സഹോദരങ്ങളെ, നമുക്കറിയൂല്ലേ സഹോദരിമാരെ, മരണത്തിന്റെ മാലാക കടന്നു വരുന്ന സമയത്ത് പ്രായവ്യത്യാസം നോക്കാറുണ്ടോ? കുഞ്ഞുകുട്ടിയാണോ വാർദ്ധക്യമുള്ള ആളാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഏത് സമയത്തും കടന്നു വരുന്ന അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരിക്കലും തന്നെ അവിടുന്ന് മരണത്തിന്റെ വേദന അറിയില്ല. അവിടുന്ന് സ്വന്തമായി മരിക്കുന്ന സമയം വരെ അങ്ങനെ വല്ലാത്ത ഒരു അട്ടഹാസത്തോടെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ മരണപ്പെടുകയാണ്, മരിക്കുകയാണ്. പിന്നെ ഈ ദുനിയാവിൽ ആരാ ബാക്കിയുള്ളത്? ഈ ദുനിയാവിൽ ആരാ ബാക്കിയുള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് തന്നെ പറഞ്ഞതല്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നാളെ ഈ ദുനിയാവിൽ സംഭവിക്കാൻ പോകുന്നതാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാവരും മരണപ്പെടുകയാ, പടച്ച തമ്പുരാന്റെ ദാത്ത് മാത്രം ബാക്കിയാക്കുകയാ. സമയത്ത് പടച്ച തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, ലിമനിൽ മുൽക്കുൽ എവിടെ അഹങ്കാരത്തോടെ നടന്നവരെവരെ, എവിടെ ധിക്കാരത്തോടെ നടന്നവരെവിടെ, എവിടെ എന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാനല്ലാതെ ആരാധന ചെയ്ത ആളുകളെവിടെ, എന്നല്ലാതെ ആരാധിച്ചവരില്ലേ?
തീയിനെ ആരാധിച്ചവരില്ലേ, സൂര്യനെ ആരാധിച്ചവരില്ലേ, ഒരുപാട് അഹങ്കാരത്തോടെ നടന്നവരില്ലേ, സ്വേച്ഛാധിപതികളില്ലേ, എവിടെ? എല്ലാവരും എവിടെയെന്ന് പടച്ചു തമ്പുരാൻ ചോദിക്കുന്ന സമയത്ത് ആരും തന്നെ മറുപടി പറയൂല്ല, ആരും തന്നെ ഉത്തരം പറയൂല്ല. അവസാനം പടച്ചു തമ്പുരാൻ തന്നെ പറയുകയാ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പടച്ച തമ്പുരാന് തന്നെയാണ് ആ ദിവസത്തിൽ അധികാരമെന്ന് അല്ലാഹു തആല തന്നെ പറയുകയാണ്. അങ്ങനെ അതാ ലോകം അവസാനിക്കുന്നു, എല്ലാവരും നശിക്കുന്നു. എല്ലാവരും നശിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ആരും തന്നെ ഇല്ല. എന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ വേഗം തന്നെ മഅ്ശറയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ എല്ലാവരും നിരൂപിച്ചു നോക്കുക, ഈ ദുനിയാവിൽ ഒന്നുപോലും ഇല്ല. എല്ലാ മനുഷ്യരും മരണപ്പെടുകയാണ്, ജിന്നുകൾ മരണപ്പെടുകയാണ്, യഅജൂജ് മഅജൂജ് എന്ന് വേണ്ട ഈ സകലമാന ജീവികളും, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, പറവകളാകട്ടെ, എല്ലാ ജന്തുജാലങ്ങളും അവിടുന്ന് മരണപ്പെടുകയാണ്. എല്ലാവരും മരിച്ചു. ഇനി ആര് മാത്രം ബാക്കി? ആര് മാത്രം? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ബാക്കി. എന്നിട്ടോ ആ അല്ലാഹു തആല മാത്രം ബാക്കിയാകുന്ന ആ ഒരു ലോകത്ത് 40ഓളം വർഷമതാ പിന്നിടുകയാണ്. 40ഓളം വർഷമതാ പിന്നിടുകയാണ്. എന്നിട്ടോ ആ 40 വർഷത്തിന് ശേഷമാണ് ഇനി അടുത്ത ഒരു ഊത്ത് സംഭവിക്കുക. അതിനു മുമ്പോ അർശിന്റെ ഭാഗത്തുനിന്ന് താഴോട്ട് മഴ വർഷിക്കുന്നുണ്ട്. അർശിന്റെ ഭാഗത്തുനിന്ന് മഴ വർഷിക്കുന്നുണ്ട്. ആ മഴയിലോ 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മഴയാണ്. ആ മഴയത്ത് ഭൂമിയിൽ 12ഓളം മുഴത്തിലതാ ഉയർന്നു വെള്ളം നിൽക്കുകയാണ്. വളരെ കൃത്യമായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ അർശിന്റെ താഴ്ഭാഗത്തു നിന്നുള്ള മഴ അങ്ങനെ 40 ദിവസത്തോളം വർഷിച്ചു. 12 മുഴത്തോളം അത് ഭൂമിയിൽ അതാ ഉയർന്നു നിൽക്കുന്നു. അതിൽ നിന്നാണ് പിന്നീട് മനുഷ്യരതാ മുളച്ചു പൊന്തുന്നു. ഏതുപോലെ സസ്യങ്ങൾ മുളച്ചു പൊന്തും പോലെ അവരുടെ ആ പൊന്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ശരീരത്തിന് സകലമാന ഭാഗങ്ങളും മണ്ണ് അവിടുന്ന് തിന്നുന്നതാണ്. പക്ഷേ ഒരു ഭാഗം മാത്രം മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് തിന്നുകയില്ല. അതേതെന്നറിയോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും അറിയോ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ഭാഗങ്ങളും മണ്ണ് തിന്നുന്നതാണ്, പക്ഷേ ഒരു ഭാഗം മണ്ണ് തിന്നുകയില്ല. അതേതാ? ആരെങ്കിലും പിന്നെ ഇവിടെ കുത്തിരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ സാറേ. അതേതാ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്. ഹബീബായ തങ്ങളതാ പറഞ്ഞു തരുന്നു, കുല്ലു ബിനി ആദമ തഅകുലുഹുൽ അർളു. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, വല്ലാത്ത മനോഹരമായ നമ്മുടെ മുഖമുണ്ടല്ലോ, ആ മുഖം മണ്ണ് തിന്നുന്നതാ, കൈകാലുകൾ മണ്ണ് തിന്നുന്നതാ, സർവമാന ശരീരത്തിന്റെ ഭാഗങ്ങളും അതാ മണ്ണ് ഭക്ഷിക്കുന്നതാ. എന്നാൽ ഹബീബായ തങ്ങളതാ പറയുന്നു, ഇല്ലാഹ അജ്ബദൻ ബി. വാൽക്കുറ്റി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ പിൻഭാഗത്തുണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു ഭാഗം അവിടുന്ന് മണ്ണ് തിന്നുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മിൻഹു ഖുലിഖാ വഫീഹി യുർകബൂ. ആ വാൽക്കുറ്റിയിൽ നിന്നാണ് പിന്നീട് മനുഷ്യരെ പുനരുദ്ധാരണം നടത്തുകയെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെയോ ഈ ദുനിയാവ് നശിച്ചു, മഅ്ശറയിലേക്ക് കടക്കാൻ പോകുന്നു, വിചാരണ നടക്കണം. എന്നാൽ നിങ്ങൾ ഒരു വേള ചിന്തിക്കേണ്ടത്, ഈ ഭൂമിക്ക് താങ്ങാൻ കഴിയുമോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ ജീവിക്കുന്ന എല്ലാ ആളുകളെയും ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാവരും ഈ ദുനിയാവിൽ ജീവിച്ചു പോയ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്നു. ആ ആളുകൾ മാത്രമല്ല, നമ്മുടെ സഹോദര വർഗങ്ങളാകുന്ന ജിന്നുകളില്ലേ, ആ ജിന്നുകളെയും ഒരുമിച്ച് കൂട്ടുകയാണ്. എല്ലാ ജീവികളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുകയാണ്. ആ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഈ ഭൂമി മതിയാകുമോ? ഒരുമിച്ച് കൂടാൻ ഈ ഭൂമി മതിയാകുമോ? ഒരിക്കലും മതിയാകുന്നതല്ല.
അതുകൊണ്ട് പവിത്രമായ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു പടച്ചതും പറയുന്നുണ്ട്, പിന്നെ എന്താ ചെയ്യുകയെന്നറിയോ, പിന്നെ എന്താ ചെയ്യുകയെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാ. ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുണ്ടല്ലോ, ആ ഭൂമിയെ ഇനി നമുക്ക് കാണാൻ സാധ്യമല്ല. ആ ഭൂമി ഇതാ മറിക്കപ്പെടുകയാണ്. എന്നിട്ടോ എങ്ങനെയാ മറിക്കുക? മറ്റൊരു ഭൂമിയായി പടച്ചതമ്പുരാൻ തരംതിരിക്കുകയാ. ആകാശങ്ങളെയും പടച്ചതമ്പുരാനതാ മാറ്റം വരുത്തുകയാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ നബിയേ, വയസ്അലൂനക അനിൽ ജിബാൽ, അങ്ങയോട് പർവ്വതങ്ങളെ കുറിച്ച് അവർ വന്നുകൊണ്ട് ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലേ, ഈ ലോകം അവസാനിക്കുന്ന സമയത്ത് പർവ്വതങ്ങളുണ്ടാകുമോ റസൂലേ, പർവ്വതങ്ങളുണ്ടാകുമോ നബിയേ എന്ന് അങ്ങയോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ അധ്യാപനമാണ്. ഫഖുൽ നബിയേ, അങ്ങ് പറഞ്ഞു കൊടുക്കണം റസൂലേ. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യൻസിഫുഹാ റബ്ബീ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് പറയുന്ന നബിയേ, ആ പർവ്വതങ്ങളെ കുറിച്ച് അങ്ങയോട് ചോദിക്കുമ്പോ അങ്ങ് എന്താ പറയേണ്ടതെന്നറിയോ? ഫഖുൽ യൻസിഫഹാ റബ്ബി നസ്ഫാഹാ. ആ പർവ്വതങ്ങളെ പടച്ചതമ്പുരാൻ ഭസ്മമായി വിതറുമെന്ന് അല്ലാഹുവിന്റെ റസൂലേ അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇവിടെ പർവ്വതങ്ങളുണ്ടാകൂല. ശേഷം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫയദറുഹാ ഖാഇൻ സഫ്സഫാ. ഒരു സമനിരപ്പായ മൈതാനിയായി പടച്ചതമ്പുരാൻ സംവിധാനിക്കുന്നു. ലാ തറാ ഫിഹാ ഇവജ വലാ അംസാ. ഒന്ന് നിരൂപിക്കണേ സഹോദരങ്ങളെ, എന്റെ കാന്തപുരത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഈ ഭൂമിയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമുണ്ടോ? ഈ ഒരു ആകാശത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? എങ്ങനത്തെ ഭൂമി എന്നറിയോ? അവിടെ മലകളില്ല, കുന്നുകളില്ല, ഇടവഴികളില്ല, റോഡുകളില്ല, തടാകങ്ങളില്ല, സമുദ്രങ്ങളില്ല. ആകാശത്ത് സൂര്യനില്ല, നക്ഷത്രമില്ല, ചന്ദ്രനില്ല, ഒന്നും തന്നെ ഇല്ലാത്ത ഭൂമിയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വെളുത്തതായ പത്തിരി പോലെ പരന്നു കിടക്കുന്നതായി ഈ ദുനിയാവിന്റെ ഈ ഭൂമിയെ അല്ലാഹു തആല മറിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ ഈ ആകാശത്തെയും ഭൂമിയും അല്ലാഹു തആല മാറ്റത്തിരുത്തുകൾ വരുത്തി. എന്നിട്ടോ അവിടുന്ന് പുനരുദ്ധാരണം നടക്കണമല്ലോ. ആ പുനരുദ്ധാരണം നടക്കുന്നതിന് മുമ്പ് 40 വർഷമതാ പിന്നിടുകയാണ്. 1-2 വർഷങ്ങളല്ല, 40 വർഷത്തിന് ശേഷം അല്ലാഹു തആല ആ മഴയിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. മുമ്പ് പറഞ്ഞ 4 മലക്കുകളെയും അല്ലാഹു തആല എഴുന്നേൽപ്പിക്കുകയാണ്. അതോടൊപ്പം ഹംലത്തുൽ അർശ് എന്ന് പറയുന്ന അർശിനെ വഹിക്കുന്ന ആ ഒരു മലക്കുകളെയും അല്ലാഹു തആല പുനർജീവിപ്പിക്കുകയാണ്. എന്നിട്ടോ ആ സമയത്ത് റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിക്കുന്നു, റിദ്വാനെ, ആ സ്വർഗത്തിൽ നിന്നും താജുൽ കറാമ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ ബുറാഖ് കൊണ്ടുവരിക, അതോടൊപ്പം ലിവാഹുൽ ഹംദും കൊണ്ടുവരിക. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധരിക്കാനുള്ള പുടവ, 70ഓളം വർണ്ണങ്ങളിലുള്ള മനോഹരമായ വസ്ത്രങ്ങളും അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. ആ കൽപ്പന അവിടുന്ന് നിർവഹിക്കുന്നു. ആ സമയത്താണ് പറയുക,
ഈ ലോകങ്ങളെല്ലാം തരിപ്പണമായി കിടക്കുകയാണ്. കേട്ടോളൂ, പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സമയത്ത് പറയുന്നു, ലോകം തന്നെ പടക്കപ്പെടാൻ കാരണക്കാരനായ ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എഴുന്നേൽപ്പിക്കടേ, അവിടുന്ന് പുനർജന്മം നടത്തടേ. ആ സമയത്ത് അവിടുന്ന് പറയുന്ന മലക്കുകൾ പറയുന്ന അല്ലാഹ് ഭൂമിയോട് ചോദിക്കുന്നു, ഭൂമിയെ എവിടെയാ മുത്ത് റസൂലിന്റെ റൗളയെന്ന് കാണിച്ചു തരുമോ, കാണാൻ കഴിയുമോ? എല്ലാം തകർന്നു പോയില്ലേ, എല്ലാം നശിച്ചു പോയില്ലേ? ഓ സമയത്താണ് ഒരു ഭാഗത്തുനിന്ന് പ്രകാശമതാ ഉയർന്നു പൊങ്ങുകയാണ്. ആ സമയത്ത് മലക്കുകൾ മനസ്സിലാക്കുന്നു, അത് തന്നെയാ ലോകത്തിന്റെ മുത്തിന്റെ റൗളയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹാബത്ത് അവിടുന്ന് മലക്കുകളതാ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുന്ന സമയത്ത് അവിടുന്ന് തർക്കിക്കുന്നു, ആരാ മുത്ത് റസൂലിനെ വിളിക്കേണ്ടത്, ആരാ മുത്ത് റസൂലിനെ വിളിക്കേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിക്കാൻ പറയുമ്പോ ജിബ്രീൽ പറയുന്നു, ശരി, ഞാൻ തന്നെയാണ് വിളിക്കേണ്ടത്, പക്ഷേ എനിക്ക് വിളിക്കാൻ ലജ്ജയാണ്, എനിക്ക് വിളിക്കാൻ പേടിയാണ്. ഹബീബായ തങ്ങൾ ഞാൻ വിളിക്കൂലെന്ന് ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി നിൽക്കുകയാ. അവിടുന്ന് തർക്കിക്കുന്നു, ആര് വിളിക്കണം? അവസാനമതാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, ഇസ്രാഫീലെ, അങ്ങല്ലേ ഊത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, അതുകൊണ്ട് അങ്ങ് തന്നെ വിളിച്ചുകൊള്ളുക. പക്ഷെ അവിടുന്ന് പറയുന്നു, ഞാൻ വിളിക്കൂല. അവസാനം ചുരുക്കട്ടെ, ഹബീബായ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ വിളിക്കുകയാണ്, ഹബീബായ തങ്ങളെ വിളിക്കുകയാണ്. ആ സമയത്ത് മുത്ത് റസൂല് തലയിൽ നിന്ന് മണ്ണ് വാരിയിട്ടുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവേ, ആ സമയത്ത് മുത്ത് റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയാണ്. ആ സമയത്ത് ആ സന്ദർഭത്തിൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്തേ അവിടുന്ന് കരയുന്നത്? ആ സമയത്ത് പറയുന്നു, ഹബീബായ തങ്ങൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നത് എന്തെന്നറിയോ? ഉമ്മത്തീ, എന്റെ ഉമ്മത്തെവിടെ, എന്റെ സമുദായം എവിടെ, എന്റെ ഉമ്മത്തെവിടെയെന്നാ ചോദിക്കുക. ആ സമയത്ത് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്ന നബിയേ, അവിടുന്ന് അങ്ങേയല്ലാതെ മറ്റൊരാളെയും പുനരുദ്ധാരണം നടത്തിയിട്ടില്ലെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപടി കൊടുക്കുമ്പോ അവിടുന്ന് പ്രധാനപ്പെട്ട മറ്റൊരു ഊത്തിലേക്ക് നമുക്ക് കടന്നു വരണ്ടേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നു, എവിടെ എന്റെ ഉമ്മത്ത് എവിടെ എന്ന്. ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന മറുപടിയോ, അള്ളാഹുവിന്റെ റസൂലെ, ആരെയും തന്നെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് പ്രകാരം മൂന്നാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കാഹളത്തിലൂതാൻ പറയുകയാണ്. മാശറയിലുള്ള പ്രധാനപ്പെട്ട അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരട്ടെ, മാശറയിലുള്ള പ്രധാനപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സുമ്മ നഫിഖ ഫീഹി ഉഖറാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. എല്ലാവരും നാമാവശേഷമായി ഖബറിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് മൂന്നാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുമ്പോ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്, എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഏത് ഭാഗത്തു നിന്നാ വിളിച്ചതെന്ന് അറിയൂലല്ലോ, ഏത് ഭാഗത്തു നിന്നാ വിളിച്ചതെന്ന് അറിയൂലല്ലോ. ഒരു വിളിച്ച ഭാഗത്തേക്ക് എല്ലാവരും ഖബറിൽ നിന്ന് നോക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന മറ്റൊരു ഭാഗത്തുണ്ട് പ്രധാനപ്പെട്ട കാര്യമേതാ? വഇദൽ വഹൂശു ഹുശിറത്. അങ്ങനെ എല്ലാവരും എഴുന്നേൽക്കുന്നു, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. മൂന്നാമത്തെ ഊത്ത് ഊതുന്ന സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു ഊത്ത് കേൾക്കുമ്പോ എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നോക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ടോ ആ ഖബറിന്റെ ചാരെ 1000-ഓളം കൊല്ലമത താമസിക്കുന്നു. 1000-ഓളം വർഷമത ഓരോരുത്തരും ചെയ്തു കൂട്ടിയ അമലുകൾ ചിന്തിച്ചുകൊണ്ട് ഖബറിന്റെ ചാരത്ത് കഴിയുമെന്നാണ്. ആ ഖബറിന്റെ ചാരത്ത് കഴിയുന്ന സമയത്ത് ദോഷികളായ ധിക്കാരികളായ ആളുകളെ പറയുന്ന കാര്യം നിങ്ങൾക്കറിയണ്ടേ?
ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീനിലൂടെ മനോഹരമായ ഒരു ഭാഗം ഞാൻ കേൾപ്പിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ധിക്കാരികളായ ആളുകളെ പുനരുദ്ധാരണം നടത്തുമ്പോ അവർ പറയുന്ന കാര്യമെന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അല്ലാഹുവേ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, ഞങ്ങളെ ആരാ വിളിച്ചുണർത്തിയത്? ഞങ്ങളെ ആരാ വിളിച്ചുണർത്തിയത്? ആ ഖബറിൽ കഴിയുന്ന ധിക്കാരികളായ ആളുകൾ അങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഖേദത്തോടെ പറയുമ്പോ അവരോട് തിരിച്ചതാ മറുപടി കൊടുക്കുകയാണ്. അവരോട് തിരിച്ചതാ മറുപടി കൊടുക്കുന്നു. ഹദാ മാ വഅദ റഹ്മാൻ. മറന്നുപോയില്ലേ? പടച്ചതമ്പുരാന്റെ ഒരുപാട് കൽപ്പനകൾ അവിടുന്ന് ധിക്കരിച്ചപ്പോ, ഒരുപാട് ദിട്ടാന്തങ്ങൾ നിങ്ങൾക്ക് വെളിവായപ്പോ അതെല്ലാം പുറങ്കാലുകൊണ്ട് തട്ടിയെറിയുന്നവരെ നാളെ ആഖിറത്തിലേക്ക് കടന്നു പോകുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് അവിടുന്ന് കേട്ടുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അവരോട് പറയുകയാ, ഹദാ മാ വഅദ റഹ്മാൻ. പടച്ചതമ്പുരാൻ നിന്നോട് വാഗ്ദത്തം ചെയ്തിരുന്നില്ലേ, നീ എന്റെ അടിമയാണ്, എനിക്ക് വേണ്ടി നിസ്കരിക്കണേ, എന്റെ കൽപ്പനകൾ അനുസരിക്കണേ, നീ ദുനിയാവിൽ എന്തൊന്ന് ചെയ്താലും അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ലോകമുണ്ട് എന്ന് പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ധിക്കരിച്ചവനെ ആ പടച്ചതമ്പുരാൻ അവിടുന്ന് വാഗ്ദത്തം ചെയ്ത ദിവസമാണിന്ന്. അതോടൊപ്പം തന്നെ വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ സത്യം പറഞ്ഞ ദിവസമാണ് ഇന്നെന്ന്. ആ സമയത്ത് അവർക്കതാ മറുപടി ലഭിക്കുകയാണ്. എന്നിട്ടോ ആ വിഭാഗം പരലോകത്തേക്ക് കടന്നു പോവുകയാ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് പറയുന്നു, യൗമഇദിൻ യത്തബിഊന ദാഇയ ലഹാ ഇവജലഹാ. ആ ദിവസത്തിൽ ഒരാൾക്കും വക്രതയില്ല, ഒരാളും വഴിയിൽ നിന്ന് വ്യതിചലിക്കില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ദുനിയാവിൽ എന്തെല്ലാം കൽപ്പനകൾ ധിക്കരിച്ചവനാകട്ടെ, ഒരൊന്നു തന്നെ അനുസരിക്കാതെ നടന്നവനാകട്ടെ, അല്ലാഹു തആല എന്ത് പറയട്ടെ, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയട്ടെ, തന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അനുസരണക്കേട് നടക്കുന്നവന്, അനുസരണക്കേട് ചെയ്യുന്നവര്, എന്നാൽ നാളെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുന്ന സമയത്ത് യൗമഇദിൻ യത്തബിഊന ദാഇയ ലഹാ ഇവജലാ. വിളിച്ച ആളുകൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഒരു വക്രതയില്ലാതെ അവരതാ പിൻപറ്റുകയാണ്. ആരുടെയും ശബ്ദം അവിടുന്ന് ഉയരില്ല, എല്ലാവരും മൗനത്തിലാണ്, എല്ലാവരും ശബ്ദമില്ലാതെ അനക്കത്തോടെ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് അല്ലാഹു ഖുർആൻ പറയുന്നു, ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. ആ ദിവസത്തിൽ മഹ്ശറിലേക്ക് നടന്നു പോകുന്ന കാലൊച്ചയല്ലാതെ മറ്റൊന്നും നിങ്ങൾ കേൾക്കൂലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണ് ആ വിളികേട്ട ഭാഗത്തേക്ക് എല്ലാവരും വർഷങ്ങളോളം ആ ഖബറിൽ താമസിച്ച ആളുകളത് ആ പരലോകത്തേക്ക് നടന്നു നീങ്ങുകയാണ്. ഇത് പറയുമ്പോൾ എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ഇനി മുതൽ ഓരോന്ന് പറയുമ്പോഴും ഓരോ ഹദീസുകളും ആയത്തുകളും ഓർമ്മപ്പെടുത്തുമ്പോൾ ഓരോരുത്തരും എന്റെ അവസ്ഥ എന്ത് റഹ്മാനെ, എന്റെ അവസ്ഥ എന്താണ് അല്ലാ, നാളെ എനിക്കും ഖബറിൽ നിന്ന് ഇങ്ങനെ പോകണമല്ലോ എന്ന ഒരു ചിന്തയോടായിരിക്കണം അൽഹംദുലില്ലാ ഈ മജ്ലിസിൽ ഇരിക്കേണ്ടത്. അല്ലാഹു നമുക്ക് ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസിൽ, ഉപകാരമുള്ള മജ്ലിസിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹദിയായ പത്നിയായ ഇഷ്ടത്തോഴിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായ ഒരു ഹദീസുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ എങ്ങനെയാ എഴുന്നേറ്റ് വരികയെന്നറിയോ? ജനങ്ങളെ പരലോകത്തേക്ക് വടച്ചു തമ്പുരാ പുനരുദ്ധാരം നടത്തുന്ന സമയത്ത് കാലിൽ ധരിക്കാൻ ചെരുപ്പില്ല, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നഗ്നരായിക്കൊണ്ട് ഈ രീതിയിലതാ മഅ്ശറിലേക്ക് ജനങ്ങളെ പുനരുദ്ധാരം നടത്തുകയാണ്. ദുനിയാവിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചവനാകട്ടെ, ദുനിയാവിൽ അവിടുന്ന് ആർഭാടത്തോടെ നടന്നവനാകട്ടെ, എന്നാൽ നാളെ നഗ്നരായിക്കൊണ്ട് കാലിലിടാൻ ചെരുപ്പില്ല, മാർക്കം ചെയ്യാൻ കഴിയാത്തവരായിട്ട് എങ്ങനെയാണോ ഈ ദുനിയാവിലേക്ക് പിറന്നു വീണതെങ്കിൽ രൂപത്തിൽ നാളെ അവരെ പുനരുദ്ധാനം നടത്തും ആയിഷ എന്ന് ഹബീബായ തങ്ങളവിടുന്ന് പറയുമ്പോ കേട്ടോളൂ. ആയിഷ ബീവിയതാ അവിടുന്ന് മുത്തറസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, വരിജാലു ജമീഅൻ നിസാഉ വരിജാലു ജമീഅ, സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടിയാണോ മഅ്ശറിലേക്ക് നടന്നു നീങ്ങുക? ഒരുമിച്ചാണോ നബിയെ നടന്നു നീങ്ങുക? യൻദുറു ബഅ്ലുഹും ഇലാ ബഅ്ല്, സമയത്ത് ഓരോരുത്തരും അവരുടെ ഔറത്തിലേക്ക് നോക്കൂല്ലേ? ആയിഷ ബീവി ലജ്ജ കൊണ്ട് നാണം കൊണ്ട് ചോദിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ എന്റെ കാന്തപുറത്ത് വന്നിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തൂല, നിങ്ങളെ ഞാൻ പരിഹസിക്കൂല. പക്ഷെ ഈമാനിന്റെ കണികയും മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്ന സഹോദരിമാര് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് നാണമുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, സ്ത്രീ പുരുഷന്മാര് പരസ്പരം ഔറത്തിലേക്ക് നോക്കുമല്ലോ, അങ്ങനെ പുനരുദ്ധാരം നടത്തുമ്പോ എന്ന് ചോദിക്കുമ്പോ എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വസ്ത്രം ധരിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? എന്റെ സഹോദരിമാരെ കുറ്റപ്പെടുത്തുന്നതല്ല, നാളെ മഅ്ശറയെ കുറിച്ച് ചിന്തയുണ്ടോ? അതല്ല, നിങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ ഈമാനില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അല്ലാഹു തആല എന്ത് പറയട്ടെ, മുത്തറസൂൽ എന്ത് പറയട്ടെ, എന്റെ ഉസ്താദുമാരെന്ത് പറയട്ടെ, ഉപ്പയും ഉമ്മയും എന്ത് പറയട്ടെ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ദുനിയാവാണ് വലുതെന്ന് പറയുന്ന സഹോദരിമാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ ശപിക്കുന്ന വിഭാഗത്തെ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത ഗൗരവത്തിൽ പറഞ്ഞ ഒരൊറ്റ ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയാണ്? ഞാൻ എന്റെ സഹോദരിമാരെ വിഷമിപ്പിക്കാൻ പറയുകയല്ല. ഹബീബായ തങ്ങൾ പറയുന്ന ഒരുപാട് മഅ്ശറിലുള്ള കഠിനമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കടക്കണം. ആ കടക്കുന്നതിന് മുമ്പ് ഈ മജ്ലിസ് കൊണ്ട് നമുക്കൊരു മാറ്റം വരണ്ടേ? ഈ മജ്ലിസ് കൊണ്ട് നമുക്കൊരു മാറ്റം വരട്ടെ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ച ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നുണ്ട്. ആരാണ്? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. അതുകൊണ്ട് എന്റെ കാന്തപുരത്ത് വന്നിരിക്കുന്ന സഹോദരിമാരെ, ആര് തന്നെ കൈവടിഞ്ഞാലും നമുക്കുള്ളത് ആരാണ്? അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. എന്നാൽ കേട്ടോളൂ, ആ ഹബീബായ തങ്ങളെ ശപിച്ച ഒരേ ഒരു വിഭാഗം ആരെന്നറിയോ? ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലതാ ശപിച്ചിരിക്കുന്നു. ആര് എന്നറിയോ? വൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് സാദൃശ്യമുള്ള ആളുകളാണ്. അത് വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്, അല്ലെ? പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് സാമ്യമുള്ളത്, സദൃശ്യതയുള്ളത്, അതായത് സ്ത്രീകളെ പോലെ കൊഞ്ചിക്കുഴയുന്നതും സ്ത്രീകളുടെ വേഷത്തിൽ ധരിക്കുന്ന പുരുഷന്മാരുമുണ്ടെങ്കിൽ അവരെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ശപിച്ചിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം ഹബീബായ തങ്ങളെ പറയുന്നുണ്ട്,
അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാ, സ്ത്രീകളിൽ നിന്നും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. ആരെയെന്നറിയോ? ബിരിജാൽ, പുരുഷന്മാരോട് സദൃശ്യമായ രൂപമുള്ളവരാ. എന്റെ പെങ്ങളോട് ചോദിക്കുകയോ, സ്നേഹത്തോടെ പൊന്നുമോളോ നിനക്കൊന്ന് തീരുമാനിക്കാൻ കഴിയുമോ ഇന്നത്തെ സഹോദരിമാരുടെ വസ്ത്രവിധാനം എങ്ങനെയെന്നറിയോ? അല്ലാഹുവേ, പുരുഷൻ ധരിക്കുന്നത് പോലത്തെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അങ്ങാടികളിലൂടെ കവലയിലൂടെ നടക്കുമ്പോ എന്റെ പെങ്ങളെ, നാളെ മഹ്ശറുള്ള അവസ്ഥ നിങ്ങൾ മറന്നുപോയില്ലേ? മഹ്ശറുള്ള പ്രധാനപ്പെട്ട അദാബിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിന്ന് തീരുമാനിക്കാൻ കഴിയുമോ? അതിനൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലാഹുവേ, എന്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ലെങ്കിലോ നാളെ അദാബിന്റെ വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു ശപിക്കപ്പെട്ട വിഭാഗത്തിൽ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു തആല നമ്മെ നമ്മുടെ സഹോദരിമാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന, നബിയെ, ആ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഔറത്തുകൾ കാണൂലേ? ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടി കേൾക്കണ്ടേ? ആ ഒരൊറ്റ മറുപടി കൊണ്ട് തന്നെ മനുഷ്യരുടെ പ്രയാസങ്ങൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നതാ. ഹബീബായ തങ്ങൾ പറയുന്നു, ആയിഷ, ആ ദിവസത്തിൽ ഓരോരുത്തരും അവരുടെ ഔറത്തിലേക്ക് നോക്കുന്നതല്ല. കാരണം എന്തെന്നറിയോ? അൽ അംറു അശദ്ദു അൻ യൻദുറ ബഅലുഹും ഇലാ ബഅലി. ആ ദിവസത്തിൽ അവരുടെ പരസ്പരം ഔറത്തിലേക്ക് അതിനേക്കാളും വല്ലാത്ത കാഠിന്യമാണ്, വല്ലാത്ത പ്രയാസമാണ് ആയിഷ അന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥയെന്ന് ലോകത്തിന്റെ തുല്യതയില്ലാത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ ഒരുപാട് സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഔറത്ത് നോക്കാൻ പോലും അവർക്ക് സമയമില്ല. പിന്നെയോ അല്ലാഹുവേ, പടച്ച തമ്പുരാനിലേക്ക് പോവുകയാണല്ലോ, എന്റെ ഹിസാബ് എങ്ങനെയായിരിക്കും അല്ലാഹ് എന്നൊരു ചിന്തയാണ് ആയിഷ എന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വിവിധ ഹദീസുകളിലൂടെ ആ പരലോകത്തേക്ക് നീങ്ങുന്ന ആയത്തുകളും ഹദീസുകളുമാണ് ഇനി നമുക്ക് കാണാനും കേൾക്കാനുമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ ആ പരലോകത്തേക്ക് പോകുന്ന സമയത്ത് ഏത് രൂപത്തിലാണ് പോവുക? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു എന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ ശരീഫിലൂടെ ഒരു ആയത്തുണ്ട്, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. ആ ഒരു ആയത്തിനെ കുറിച്ച് അങ്ങൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ആ ഒരു ആയത്തിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് മുത്തറസൂല് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസുണ്ട്. പ്രിയമുള്ളവരെ, ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് 12ഓളം വിഭാഗമുണ്ട്. അതെല്ലാം 40ഓളം കോലത്തിലാണ്. അല്ലാഹുവേ, ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മഹ്ശറയിലേക്ക് പോവുക എന്നാണ്. അതിവിടെ പറയാൻ സമയമില്ല. സാന്ദർഭികമായി ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല വളരെ മനോഹരമായി സൃഷ്ടിച്ചതായ നമ്മുടെ രൂപങ്ങളുണ്ടല്ലോ, ഭാവങ്ങളുണ്ടല്ലോ. എന്നാൽ നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ കൈകാലുകളില്ലാതെ പോകുന്നവരുണ്ട്, പന്നിയുടെ രൂപത്തിൽ പോകുന്നവരുണ്ട്, വായിൽ നിന്ന് രക്തവും ചലവും ഒലിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, ദുർഗന്ധം പിടിച്ചവരായി പോകുന്നവരുണ്ട്, ചീഞ്ഞളിഞ്ഞ ശവത്തേക്കാൾ ദുർഗന്ധം വമിക്കുന്നവരായി പോകുന്നവരുണ്ട്. ഓ വിഭാഗത്തിലൊന്ന് പെടാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. 14ന്റെ പൗർണമി പോലെ പരലോകത്തേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലാ നമുക്ക് പെടേണ്ടത്. അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണം.
അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് 12 അതല്ലെങ്കിൽ 40 വിഭാഗത്തിൽ പോകുമെന്ന്. ഓരോരോ വ്യത്യസ്തമായ കോലങ്ങള് അല്ലാഹു നമ്മെ അതിൽ നിന്നൊക്കെ കാറ്റ് മുഅ്മിനീങ്ങൾ കടക്കുന്നത് പോലെ കടന്നുപോകാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എങ്ങനെയാണ് ആ മഅ്ശറിലേക്ക് പോവുക, എങ്ങനെയാണ് മഅ്ശറിലേക്ക് പോവുക? അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുകയാണ്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ആയിരക്കണക്കായ വർഷം ഖബറിന്റെ ചാരത്ത് കഴിഞ്ഞുകൂടിക്കൊണ്ട് അവരതാ മഅ്ശറിലേക്ക് നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഓരോരുത്തരുടെ കൂടെയും 2 വ്യക്തികളുണ്ട്. ഓരോരുത്തരെയും കൂടെ 2 ആളുകളുണ്ട്. ആരൊക്കെയാ 2 പേരെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സായിഖുൻ വശഹീദ്. ഒരുത്തനും തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ, ദുനിയാവിൽ ഒന്നാമത് കടന്നു വന്ന ആളാകട്ടെ, അവസാനം മരണപ്പെടുന്ന വ്യക്തിയാകട്ടെ, ഏതൊരാളെയും മഅ്ശറിലേക്ക് കൊണ്ടുപോകുമ്പോ അവരോടുകൂടെ 2 മലക്കുകളതാ ഉണ്ടാകുമെന്ന. ഒന്നാമത് എന്തിനുള്ളതെന്നറിയോ? ഒന്ന് തൊളിച്ചു കൊണ്ടുപോകാനുള്ള മലക്കാണെങ്കിലോ മറ്റേ മലക്കെന്തിനാ? അവന്റെ അമലുമായി നടന്ന് നീങ്ങാനുള്ളതാ. 2 മലക്കുകളെ ഓരോരുത്തരുടെ കൂടെയും അല്ലാഹു തആല നിയോഗിക്കുകയാണ്. എന്നിട്ട് ആ മലക്കുകളെ അല്ലാഹു തആല പരലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ. ഖിയാമത്ത് ദിവസത്തിൽ അല്ലാഹു തആല ജനങ്ങളേതാ പുനരുദ്ധാരണം നടത്തുന്നു. എങ്ങനെ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മഅ്ശറിലേക്ക് കൊണ്ടുപോകുന്നത് 3 വിഭാഗമായിട്ടാണ്. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് പല ഭാഗത്തിൽ, പല കോലത്തിൽ, പല രൂപത്തിൽ അവരുടെ വികൃതമായ രൂപങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഈ പറയാൻ പോകുന്നത് അവരെ കൊണ്ടുപോകുന്നത് 3 രൂപത്തിലാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹാബാ, ഖബറിൽ നിന്ന് മഅ്ശറിലേക്ക് പോകുമ്പോ 3 വിഭാഗമാണ്. 3 വിഭാഗമാണെങ്കിൽ അതിലൊന്നാമത്തെ വിഭാഗം എങ്ങനെയെന്നറിയോ? റുക്ബാന. ഒന്നാമത്തെ വിഭാഗം അവർ വാഹനത്തിലാ സഞ്ചരിക്കുക. കഴിഞ്ഞുപോയ മാസങ്ങളില് ബലിപെരുന്നാളിന് സുന്ദരമായ സുദിനത്തില് ഉദ്ഹിയത്ത് അറുത്തു കൊടുത്തവരുണ്ടെങ്കിൽ സന്തോഷിക്കുക. അൽഹംദുലില്ലാഹ്. ആ ഉദ്ഹിയത്ത് എന്ന് പറയുന്ന മൃഗമതാ കടന്നു വരികയാണ്. ആ മൃഗമതാ കടന്നു വരികയാണ്. പേടിക്കണ്ട, വ്യസനിക്കണ്ട, സങ്കടപ്പെടണ്ട, ബുദ്ധിമുട്ടണ്ട. എന്റെ പുറത്ത് വാഹനം കയറിക്കൊണ്ട് മഅ്ശറിലേക്ക് നടന്നെങ്ങിക്കൊള്ളുക എന്ന് ആ ഉദ്ഹിയത്തിന്റെ മൃഗം പറയുമെങ്കിൽ ഒന്നാമത് മുത്തറസൂല് പറയുന്നു, വറുക്കുബാഹാന. വാഹനം കയറിയവരായി ഒരു വിഭാഗമതാ മഅ്ശറിലേക്ക് നടന്നു നീങ്ങുന്നു. ഒരു വിഭാഗം അങ്ങനെയതാ നടന്നു നീങ്ങുന്നു. മറ്റതോ രണ്ടാമത് ഹബീബായ തങ്ങൾ പറയുകയാണ്. ഹബീബായ തങ്ങൾ രണ്ടാമത് പറയുന്നു, കാൽപാദങ്ങൾ കൊണ്ട് നടന്നു നീങ്ങുന്ന ആളുകളാണ്. ഒന്നാമത് വാഹനത്തിൽ സഞ്ചരിച്ചു, രണ്ടാമത് നടന്നു നീങ്ങുന്ന ആളുകള്, മൂന്നാമത് മുത്തറസൂല് പറയുന്നു അവരുടെ മുഖങ്ങൾ കൊണ്ടാ നടന്നു നീങ്ങുക. ആ സമയത്ത് മുത്തറസൂലിനോട് സഹാബത്ത് സംശയം ചോദിക്കുകയാ, അല്ലാഹുവിന്റെ നബിയേ, കൈഫ യംശൂന അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തിൽ എങ്ങനെയാണ് റസൂലേ നടക്കുക? ആഖിറത്തിൽ മുഖം കുത്തി നടക്കുന്ന അവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. എന്റെ കാന്തപുരത്ത് വന്നിരിക്കുന്നവരെ ആത്മാർത്ഥയോടെ നിങ്ങളിതാ കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, മൂന്നാമത് മഅ്ശറിലേക്ക് പോകുന്നവരുണ്ടല്ലോ, അവിടെ മുഖം കൊത്തിയാ നടക്കുക. അവരാരാ? അല്ലാഹുവിന്റെ റസൂലിനോട് മറ്റൊരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അയ്യുഹ്ശറുൽ കാഫിറു അലാ വജ്ഹിഹി,
നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, കാഫിരീങ്ങളായ അവിശ്വാസികളായ ആളുകള് അവിടെ മുഖത്തിന്മേൽ നാളെ മഹ്ശറിലേക്ക് നടത്തുമോ, നാളെ പുനരുദ്ധാരണം നടത്തുമോ? ഓ സമീപത്ത് മുത്തറസൂല് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് ഇവിടെന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഖാദിറുൻ അലാ അൻ യംശിഹും അലാ വുജൂഹിഹിം അല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം. അവരുടെ കാൽപാദത്തിന്മേൽ നടത്തിയതായ അല്ലാഹു ഉണ്ടല്ലോ, അവരെ കാലിൽ അല്ലാഹു ദുനിയാവിൽ നടത്തിയതായ അല്ലാഹുവില്ലേ, ഓ പടച്ചതമ്പുരാ, ഖാദിറുൻ അലാ അൻ യംശിഹും അലാ വുജൂഹിഹിം. അവരുടെ മുഖത്തിന്മേൽ നടത്താൻ പടച്ചതമ്പുരാനെ കഴിവുണ്ടെന്ന് പറയുമ്പോ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, ഇത് കേൾക്കുമ്പോ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഉസ്താദേ നിങ്ങൾ ഇത്രത്തോളം എന്തിനാ ശബ്ദമിട്ടുകൊണ്ട് പറയുന്ന ആവശ്യം? ഞങ്ങൾക്ക് ഈമാനില്ലേ, ഞങ്ങൾക്ക് വിശ്വാസമില്ലേ, കാഫിരീങ്ങളായ ആളുകളല്ലേ നാളെ മുഖത്തിന്മേൽ കുത്തിക്കൊണ്ട് വലിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് നടന്നീങ്ങുമെങ്കിൽ ചോദിക്കട്ടെ, എന്റെ കാന്തപുരത്ത് വളരെ സന്തോഷത്തോടെ കടന്നു വന്ന ഉമ്മമാരെ, എന്റെ സഹോദരന്മാരെ, എന്റെ ഉപ്പമാരെ, നിങ്ങൾക്ക് ഈമാനുണ്ട്, ശരി തന്നെ. ഈ ഈമാൻ എപ്പോഴാ സ്വീകരിക്കപ്പെടുക? നമുക്ക് ഈമാനോടുകൂടെ മരണപ്പെടുമെന്ന് എന്ത് ഉറപ്പാ ഉള്ളത്? ഒരു വ്യക്തി അവിടുന്ന് മരണപ്പെടുന്ന സമയത്ത് ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞില്ലേ, വ ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം. അവിടുന്ന് അവസാനമാണ്, ആ അവസാനത്തെ അമലാണ് അവിടുന്ന് പരിഗണിക്കുക. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ പത്രങ്ങൾ ഒരുപാട് വായിക്കുന്നവരാണ് ഞാനും നിങ്ങളും, ഒരുപാട് വായിക്കുന്നവരാണ്. എന്നാൽ വളരെ സങ്കടത്തോടെ, വളരെ വ്യസനത്തോടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാളെ മഹ്ശറിൽ നിങ്ങൾക്ക് മുഖം കുത്തിക്കൊണ്ട് ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ വേദനാജനകമായ ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ അവിടുന്ന് കൊണ്ടുപോകുമ്പോ അവിടുന്ന് നടക്കാൻ കഴിയുന്നില്ല, മുഖത്തിൽ കുത്തിവലിക്കുകയാണ്, വലിച്ചു കൊണ്ടുപോവുകയാണ്. ആ ഒരു അവസ്ഥ ആർക്കാണ്? കാഫിരീങ്ങൾക്കാണെന്ന് പറയുമ്പോൾ ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മതം മാറിക്കൊണ്ടിരിക്കുന്ന, പവിത്രമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിട്ടെറിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, എന്നെയും നിങ്ങളെയും പേടിപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഒരുപാട് ആളുകളുണ്ട് നിസ്കാരമുള്ളവനാ. ഉമ്മമാരെ ശ്രദ്ധിച്ചു കേൾക്കടേ, ഉപ്പമാരെ ശ്രദ്ധിച്ചു കേൾക്കടേ, സഹോദരങ്ങളെ നല്ലവണ്ണം കേൾക്കടേ. ഒരുപാട് നിസ്കരിക്കുന്നവനാ, നോമ്പെടുക്കുന്നവനാ, ഹജ്ജ് ചെയ്തവരാ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവരെ കുറിച്ച് എന്താ ജനങ്ങൾ ധരിക്കുന്നതെന്നറിയോ? നാളെ സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് ആ മനുഷ്യനെന്ന് കരുതി പോകുന്നതാ. പക്ഷേ അത്തരം ആളുകൾ നാളെ നരകത്തിലേക്ക് നടന്നു നീങ്ങുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഫഇന്നൽ അബ്ദ ലാ യദ്രി മാദാ യുസീബുഹു ഫിൽ ആഖിബ. പറയാൻ സാധിക്കുമോ? ഈ പാവപ്പെട്ട ഹബീബ് ഫൈസ് നിങ്ങളോട് ഇന്ന് വന്നുകൊണ്ട് നസീഹത്ത് നടത്തുമ്പോ അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, മുത്തറസൂലിൽ വിശ്വാസമുണ്ട്, ആഖിറത്തിൽ വിശ്വാസമുണ്ട്, മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും പുനരുദ്ധാരണത്തെക്കുറിച്ചും വിശ്വാസം. എന്നാൽ അല്ലാഹുവേ, എന്റെ ആഖിബത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ സാധ്യമല്ല. ഒരുപാട് ഉസ്താദുമാർ നമുക്ക് നേതൃത്വം നൽകുന്നവരുണ്ടല്ലോ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുൻപിലുണ്ടല്ലോ, ഒരുപാട് പടച്ചതമ്പുരാന് മുഖറബീങ്ങളായ മുസ്തജാബ് ദഅവാത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ആ വ്യക്തികൾ സൂഉൽ ഖാതിമ വന്നുകൊണ്ട് മരണപ്പെട്ടു പോയത് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിലുണ്ടാകുമ്പോ മുത്തറസൂല് പറയുകയാ, ഫഇന്നൽ അബ്ദ ലാ യദ്രി മാദാ യുസീബുഹു ഫിൽ ആഖിബ. ഒരു മനുഷ്യന്റെ ആഖിബത്തിനെ കുറിച്ച് അല്ലാഹു തആല എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഒരുത്തിനും തന്നെ പറയാൻ സാധ്യമല്ലെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു.
എന്നാൽ എന്റെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഇതൊരു പ്രശ്നമല്ലാതിരിക്കുകയാണ് അല്ലേ? ഇന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ പ്രിയമുള്ളവരെ, പവിത്രമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വലിച്ചെറിയുമ്പോൾ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരും, മുഖം കുത്തി നടക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല കാത്തനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അതാ മഅ്ശറയിലേക്ക് കൊണ്ടുപോവുകയാണ്, മഅ്ശറയിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. 120ഓളം സഫുകളിലായിട്ട് അല്ലാഹു തആല നിർത്തുന്നു. 120ഓളം സഫുകളിലായി അല്ലാഹു തആല മഅ്ശറിലതാ നിർത്തുകയാണ്. ആ 120 സഫുകളിൽ നിന്ന് ഓരോ സഫിന്റെയും വൈദൂരം അവിടുന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. 40ഓളം കൊല്ലമാണ് ഒരു സഫിന്റെ വഴിദൂരമുള്ളത്. 120 സൊഫുകൾ, ആ സൊഫിൽ നിന്ന് ഒരു സൊഫിന്റെ വഴിദൂരം 40 കൊല്ലമാ. നമുക്കിത് അത്ഭുതമല്ല. കാരണമെന്തേ? മനുഷ്യര് മാത്രമല്ലല്ലോ, ജിന്നുകളുണ്ട്, യഅജൂജ് മഅജൂജുകളുണ്ട്, എല്ലാവരുമുണ്ട്. മലക്കുകളല്ലാത്ത ആ ഒരു വിഭാഗമല്ലാത്ത ബാക്കി എല്ലാവരെയും അല്ലാഹു തആല സൊഫായി അണിനിരത്തുമ്പോൾ ആ സമയത്ത് എല്ലാവരും ഹിസാബിനായി കാത്തു നിൽക്കുകയാണ്, വിചാരണക്കായി കാത്തു നിൽക്കുകയാണ്. ഒരു സൊഫിന്റെ വഴിദൂരം അവിടുന്ന് 40 കൊല്ലത്തോളം. ആ സമയത്ത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ആ സൊഫിൽ നിന്ന് 3 സൊഫ് മാത്രമാണ് നാളെ വിജയിക്കുക എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 120 സൊഫിൽ നിന്ന് 3 സൊഫുകൾ മാത്രം. അല്ലാഹു തആല ആ ഒരു സൊഫിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിജയിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ മഅ്ശറയിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിമ്പറദാ കൊണ്ടുവെക്കപ്പെടുകയാണ്. ഹബീബായ തങ്ങൾക്ക് മിമ്പറദാ കൊണ്ടുവെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് അതോടൊപ്പം തന്നെ ലിവാഹുൽ ഹംദ് എന്ന് പറയുന്ന ആ ഒരു പതാകയ്ക്ക് കീഴിൽ ഹബീബായ തങ്ങളുടെ ആ ഒരു ഉമ്മത്തത അണിനിരിക്കുകയാ. അതോടൊപ്പം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയതായ മഹത്തുക്കൾക്കും അല്ലാഹു തആല പതാക കൊടുക്കുകയാ. മഹാന്മാരതാ പഠിപ്പിച്ചു തരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പതാക ഏതെന്നറിയോ? അത് സിദ്ദീഖിന്റെ പതാകയാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് സത്യം പറഞ്ഞ ആളുകളുണ്ടല്ലോ, എന്ത് തന്നെ വന്നാലും അവിടുന്ന് സത്യമാത്രം പറഞ്ഞ ആളുകളുണ്ടല്ലോ. ഓ സിദ്ദീഖ് തങ്ങളുടെ പിന്നിലതാ അണിനിരക്കുകയാണ്. പിന്നെയോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പതാക ഏതാ? അത് അദ്ലെന്ന് പറയുന്ന പതാകയാണ്, നീതിയാണ്. ആ നീതിയോടെ ദുനിയാവിൽ ഭരണം നടത്തിയ ആളുകളുണ്ടെങ്കിൽ, കുടുംബത്തിൽ നീതി പുലർത്തിയ ആളുകളുണ്ടെങ്കിൽ, അല്ലാഹുവേ എല്ലാ നിലക്കും നീതി പുലർത്തിയ ആളുകളുണ്ടെങ്കിൽ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പതാകക്ക് പിന്നിലതാ അണിനിരക്കുകയാ. ഉസ്മാന് തങ്ങൾക്കും ഒരു പതാകയുണ്ട്, അത് ദഅവത്തിന്റെ പതാകയാണ്. ആ ദഅവത്തിന്റെ പതാകയുണ്ടല്ലോ, പവിത്രമായ ദീനുൽ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിയ ആളുകള്, മുഖ്ലിസീങ്ങളായ ആളുകള് ഓ പതാകക്ക് പിന്നിലതാ അണിനിരക്കുകയാണ്. വിശദീകരിക്കുന്നില്ല. അലിയാർക്ക് തങ്ങളുടെ പതാകയുടെ നാമമേതാ? അത് ശുഹദാഇന്റെ പതാകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ, പേരിന് വേണ്ടി ഷഹീദായവരല്ല. നാളെ ശുഹദാ എന്ന പേരുണ്ടാവട്ടെ എന്ന പേരിന് വേണ്ടിയല്ല, മറിച്ച് പടച്ചോന്റെ പുറത്തത്തിന് വേണ്ടി ശുഹദായ രക്തസാക്ഷികളായ ഓ ആളുകളതാ അലിയാര് തങ്ങളുടെ കൊടിക്ക് പിന്നിൽ അണിനിരക്കുമെന്നാണ്. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു, ആ ബഹുമാനപ്പെട്ടവർ ഫുഖറാഇന്റെ കൊടിയതാ നിരത്തുകയാണ്. വിശദീകരിക്കുന്നില്ല. അങ്ങനെ പാവപ്പെട്ട ആളുകൾ അതിന്റെ പിന്നിൽ അണിനിരക്കുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രം, ആ കർമ്മശാസ്ത്രം അറിയുന്ന പഠിച്ച ആ ആളുകളതാ അവർക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. അങ്ങനെ എല്ലാവരും വിചാരണക്കായി കാത്തു നിൽക്കുന്നു. ആ സമയത്ത് ആ നൃത്തത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് ചോദിക്കുന്ന, എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കാന്തപുരത്തുകാരെ കേട്ടുകൊള്ളുക. അലാ യظن ഉലൈക അന്നഹും മബൂസൂൻ. ഈ ചോദ്യം ഇന്ന് എത്രയോ അർത്ഥവത്താണല്ലോ.
പിശാചിന്റെ അവിടുന്ന് പാത പിൻപറ്റിക്കൊണ്ട് ദീനാണോ ദുനിയാവാണോ വേണ്ടതെന്നറിയാതെ അല്ലാഹുവേ ദീനിനൊരൽപ്പം പോലും വില കൽപ്പിക്കാതെ അവിടുന്ന് അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നടക്കുന്നവരെ കേട്ടോളൂ. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നു, അലാ യദുന്നു ഉലൈക അന്നഹും മബൂസൂൻ, നാളെ അവരെ പുനരുദ്ധാരം നടത്തുകയില്ലയോ എന്ന് അവര് ഭാവിക്കുന്നില്ലോ? നാളെ പുനരുദ്ധാരം നടത്തുന്നതിനെ കുറിച്ച് അവർക്ക് ഭാവനയില്ലോ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുക. ലിയൗമിൻ അലീം, അത് വല്ലാത്ത ഒരു ഗൗരവമുള്ള ദിവസമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന നിർത്തയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ സഹോദരങ്ങളെ, ഹിസാബ് ഇനിയും നടന്നിട്ടില്ല, നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാ ഞാൻ ഓർമ്മപ്പെടുത്തുക. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നതെന്താ? ഓ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തത്തെക്കുറിച്ച് ഏത് സിട്ടാവെന്നറിയോ? ഏത് റബ്ബെന്നറിയോ? നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന, നമ്മുടെ പരസ്യങ്ങൾ അറിയുന്ന, എല്ലാം അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ. ഓ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ലയോ? നിങ്ങൾ ഭാവിക്കുന്നില്ലയോ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് ചോദിക്കുകയാണ്, ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഇന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകണമല്ലോ, കണക്ക് അവതരിപ്പിക്കണമല്ലോ, ഹിസാബ് ഉണ്ടല്ലോ എന്ന് ആർക്ക് ചിന്ത? അല്ലേ? അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ആ ദിവസത്തിൽ നമുക്കൊക്കെ അറിയാം, അതികഠിനമാണ്, പ്രയാസമാണ് ആ മഅ്ശറിലുള്ള ചൂട്, ആ മഅ്ശറിലുള്ള ചൂട്. എന്നാൽ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അവിടുന്ന് ആ മഅ്ശറിലേക്ക് സൂര്യനെ നടത്തിക്കൊണ്ടുവരുമെന്നാണ്, സൂര്യനെ കൊണ്ടുവരുമെന്നാണ്. എന്നിട്ടോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തുദന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി, സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടികളിലേക്ക് അതാ സൂര്യനെ അടുപ്പിക്കുകയാണ്, സൂര്യനെ അടുപ്പിക്കുകയാണ്. ഇന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യനുണ്ടല്ലോ, ഓ സൂര്യനെതാ അടുപ്പിക്കുകയാണ്. എത്രത്തോളം എന്നറിയോ? ഒരു മൈലിന്റെ അളവിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഒരു മൈലിന്റെ ദൂരത്തിലതാ സൂര്യനെ അടുപ്പിക്കുകയാണ്. ആ സമയത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട സുലൈം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫവല്ലാഹി മാ അദ്രി മാ യഅനി ബിൽ മീൽ മസാഫത്തുൽ അർളി അവിൽ മീൽ അല്ലദീ യുക്തഹലു ബിഹിൽ ഐനു. അല്ലാഹുവിന്റെ റസൂല് മൈൽ എന്നാണല്ലോ പറഞ്ഞത്. ആ ഒരു മൈല് കൊണ്ട് മുത്തറസൂല് ഉദ്ദേശിക്കുന്നത് യാത്രയിൽ കണക്കാക്കുന്ന ഒരു മൈല് ദൂരമുണ്ടല്ലോ, ഒരു മൈല് ദൂരമാണോ? അതല്ലെങ്കിൽ കണ്ണിലേക്ക് സുറുമയിടാൻ ഉപയോഗിക്കുന്ന സുറുമയുടെ കോലുണ്ടല്ലോ, ഒരു കോലിനും മീലെന്ന് പറയാറുണ്ട്. അത്രത്തോളം അടുത്തുകൊണ്ടാണ് സൂര്യൻ അടുപ്പിക്കുന്നത്. ആ ഒരു രണ്ടിൽ ഏതാണ് മുത്തറസൂല് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് ബഹുമാനപ്പെട്ട റാവി അവിടുന്ന് പറഞ്ഞു പോയെങ്കില്, എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ സൂര്യനതാ അടുപ്പിക്കുന്ന സമയത്ത്, സൂര്യൻ അടുത്തു വരുന്ന സമയത്ത് മുത്തറസൂല് പറയുകയാണ്, അവരതാ വിയർപ്പിൽ കുളിക്കുന്നു, അവരോരോരുത്തരും വിയർപ്പിൽ കുളിക്കുകയാണ്. എങ്ങനെയാ വിയർപ്പിൽ കുളിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ഫമിൻഹും മൻ യകൂനു ഇലാ കഅബിഹി, ആ ആളുകളിൽ നിന്ന് ചില ആളുകൾ അവരുടെ ഞെരിയാണി വരെ വിയർപ്പിലായി മുങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ മഅ്ശറിൽ ചൂടിന്റെ ആ സൂര്യന്റെ ചൂടിന്റെ കാഠിന്യം അവിടുന്ന് സഹിക്കാൻ കഴിയാതെ ചില ആളുകളതാ, ആ ആളുകൾ അവിടുന്ന് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നു, ഞെരിയാണി വരെ മുങ്ങിയവരുണ്ട്.
നിര്യാണി വരെ മുങ്ങിയവരുണ്ട്. എന്നിട്ടോ മുത്തറസൂല് പറയുന്നു ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ, ചില ആളുകൾ അവരുടെ നിര്യാണി വരെയും അവർ മുങ്ങിയവരുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു റുക്ബത്തൈ, അവന്റെ മുട്ട് വരെ മുങ്ങിയ ആളുകളുണ്ട്, ആ മുട്ട് വരെ മുങ്ങിപ്പോയ ആളുകളുണ്ട്. എന്നിട്ട് ഹബീബായ തങ്ങളെ പറയുന്നു, ഇന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ആ സൂര്യനുണ്ടല്ലോ, നാളെ തലക്ക് മുമ്പിൽ അവിടെ നിന്ന് കത്തിജ്വലിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫമിൻഹും മൻ യകൂനു ഇലാ അഖ്വീ, അവരുടെ ആളുകളിൽ നിന്ന് ചില ആളുകൾക്ക് ഊര വരെ അതാ വിയർപ്പിൽ മുങ്ങുകയാ. ചിന്തിക്കണം സഹോദരങ്ങളെ, ചിന്തിക്കണം സഹോദരിമാരെ, ഇത് മറ്റൊരാളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട, എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കട്ടെ. എങ്ങനെയാണ് വിയർപ്പിൽ മുങ്ങുക? അവനവനതാ വിയർപ്പിൽ മുങ്ങുകയാണ്. ചെയ്തുപോയ ദോഷത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചുകൊണ്ട് വിയർപ്പിൽ മുങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അവസാനം വമിൻഹും മൻ യുൽജിമുൽ അർഖ ഇൽജാഹാമാ, അല്ലാഹുവേ അവരുടെ കൂട്ടത്തിൽ നിന്ന് 70 മുഴത്തോളം അതാ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകളുണ്ടെന്ന് ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. 70 നദികളിലല്ല, സമുദ്രത്തിലല്ല, സ്വിമ്മിംഗ് പൂളിലല്ല, പിന്നെയോ അവിടുന്ന് അറുക്കുന്ന വെറുക്കുന്ന ദുർഗന്ധമുണ്ടാകുന്ന ആ വിയർപ്പിലതാ മുങ്ങി കുളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു നമ്മേക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ സമയത്ത് എത്രയാണ് നമുക്ക് മഅ്ശറിൽ താമസിക്കേണ്ടത്? ആ മഅ്ശറിൽ നമുക്ക് എത്രയാണ് താമസിക്കേണ്ടത്? ഹബീബായ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അല്ലാഹുവേ എനിക്ക് എന്താണ് എന്റെ ഹിസാബ് എങ്ങനെയായിരിക്കും? ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണോ നരകത്തിന്റെ അവകാശിയാണോ? രണ്ടാലൊരു പാർട്ടി മാത്രമേ നമുക്കുള്ളൂ. അതിനു മുമ്പ് എന്റെ സഹോദരങ്ങളോട് ആ ദിവസത്തിൽ നാം എത്രയാണ് അവിടെ താമസിക്കേണ്ടതെന്നറിയുമോ? ഹബീബായ തങ്ങളതാ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന മനോഹരമായ ഹദീസാണ്, പേടിപ്പെടുത്തുന്ന ഹദീസാണ്. മാലന്നു കബിയോ, ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങളുടെ ഭാവന എന്താ? ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്ത എന്താ? ഖാമൂ ഫീഹി അലാ അഖ്ദാമിഹിം, അവരുടെ കാൽപാദത്തിൽ അവർ നിലകൊള്ളുന്ന ദിവസമാണ്. ആ ദിവസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്താ? എത്രയാ നിൽക്കുന്നതെന്നറിയോ? മിഖ്ദാറ 50,000 സന. കേട്ടോളൂ, എന്റെ കാന്തപുറത്ത് വന്നിരിക്കുന്നവരെ കേട്ടുകൊള്ളുക. 5 സെക്കൻഡ് അല്ല, 5 മിനിറ്റ് അല്ല, 5 മണിക്കൂറല്ല, 5 ആഴ്ചയല്ല, 5 മാസമല്ല, 5 വർഷമല്ല, 50,000 വർഷമതാ നിലകൊള്ളണമെന്ന 50,000 വർഷമതാ മഅ്ശറിൽ നിൽക്കുകയാണ്. എന്നിട്ടോ അല്ലാഹുവേ ലാ യഅകുലൂന ഫീഹാ ഉകുലാ, ആ 50,000 വർഷത്തില് ഒരു ഉരുള പോലും അവന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. യശ്റബൂന ഫീഹാ ശുർബാ, ആ 50,000 വർഷത്തില് ഒരു ഇറക്ക് പോലും ഒരൽപ്പം പോലും വെള്ളം അവന് കുടിക്കൂല. ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ദിവസങ്ങളിൽ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരല്ലേ? ദാഹിച്ചുകൊണ്ട് വലയുമ്പോ എത്രയോ പ്രയാസപ്പെടുന്നവരെ, ദിവസങ്ങൾ പല സമയങ്ങളിലായി ഭക്ഷണങ്ങൾ കഴിക്കുന്നവരെ, വെള്ളം കുടിക്കുന്നവരെ, ഒരു വേള നിങ്ങളൊന്ന് ചിന്തിക്കടേ. കാലിലിടാൻ ചെരുപ്പില്ല, തിളക്കുന്ന പതക്കുന്ന ആ ഒരു അവിടുത്തെ മരുഭൂമിയിലെ ആ ഒരു തിണ്ണയിലെ നാളെ മഅ്ശറിൽ അല്ലാഹുവേ തലക്ക് മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോ ഒരൽപ്പം പോലും ഭക്ഷണമില്ല, വെള്ളമില്ല. ഓ രൂപത്തിൽ 50,000 വർഷം അതാ നിൽക്കണമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, ഈ യൗമിൻ കാന മിഖ്ദാറുഹു
50,000 സന. നാളെ 50,000 കൊല്ലമാണ് നിൽക്കേണ്ടതെന്ന് അള്ളാന്റെ ഖുർആൻ പോലും ഓർമ്മപ്പെടുത്തുമ്പോ ഒരുപാട് വർഷങ്ങളുടെ ദൈർഘ്യമാണ്. എന്നിട്ടും ഹിസാബ് നടക്കുന്നില്ല, എന്നിട്ടും വിചാരണ തുടങ്ങിയിട്ടില്ല. അല്ലാഹുവേ, ആ സമയത്താണ് പ്രവാചകന്മാരുടെ അരികിലേക്ക് നടന്നു നീങ്ങുക. ഓരോ പ്രവാചകന്മാരുടെ അരികിലേക്കും നടന്നു നീങ്ങുക. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം പറയുന്നു, എന്റെ കാര്യം തന്നെ എനിക്ക് പേടിയാണ്, എന്റെ കാര്യം തന്നെ എനിക്ക് പേടിയാണ്. അവിടുന്ന് നോഹ നബി അലൈഹിസ്സലാമിലേക്ക് പോകുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് പോകുന്നു, മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് പോകുന്നു. ഓ സമയത്തൊക്കെ അവർ പറയുന്ന മറുപടി എന്താ? റബ്ബുൽ അർശി ഖലബാന, ഞങ്ങൾക്ക് വല്ലാതെ പേടിയാണ്. ചിന്തിക്കണേ, എന്റെ സഹോദരങ്ങളെ നെട്ടോട്ടമോടുന്ന നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ ഓരോരുത്തരും ചിന്ത മഹ്ശറിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാ. അല്ലാഹുവേ, ഇവിടെ നിന്ന് ആരാ രക്ഷപ്പെടുത്താനുള്ളത്? ഒരു പുൽക്കൊടിയുടെ തണൽ പോലും ഇല്ലല്ലോ, ഒന്ന് ആശ്വസിക്കാനൊരു സ്ഥലമില്ലല്ലോ. അല്ലാഹുവേ, അങ്ങനെ നെട്ടോട്ടമോടുന്ന സമയത്ത് അവസാനം എവിടേക്കാ നമുക്ക് പോകാനുള്ളത്? മുത്തറസൂലിന്റെ മനോഹരമായ ഹദീസ് ഉണ്ടല്ലോ, യൂലഉൽ അംബിയാഉ മനാബിറു, യൂലഉൽ അംബിയാഇ മനാബിറു. അവിടുന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല മിമ്പറുകൾ അവിടുന്ന് വെച്ചിട്ടുണ്ട്, ഓരോരുത്തർക്കും മിമ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എങ്ങനത്തെ മിമ്പർ എന്നറിയോ? പ്രകാശത്താലുള്ള മിമ്പറാണ്. എന്നിട്ടോ യജ്ലിസൂന അലൈഹാ, ആ പ്രവാചകന്മാരെല്ലാം ആ പീഠത്തിൽ ഇരിക്കുകയാണ്, മിമ്പറിൽ ഇരിക്കുകയാണ്. എന്നിട്ട് മുത്തറസൂല് പറയുന്നു, വയബ്ഖാ മിമ്പരി, എന്റെ മിമ്പർ മാത്രം ബാക്കി വരികയാ. പരലോകത്തുള്ള അവസ്ഥയാണ്, ശ്രദ്ധിക്കടേ. മുത്തറസൂല് പറയുന്നു, ആ പീഠത്തിൽ ഞാൻ ഇരിക്കൂല, ആ മിമ്പറിൽ ഞാൻ ഇരിക്കൂല. അല്ലാഹുവിന്റെ റസൂലിനെ മറന്നുപോയവരെ കേട്ടുകൊള്ളുക, മുത്തറസൂലിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നവരെ കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കാരണമെന്താ? മഖാഫത്ത് അൻ യുബഅസ ബി ഇലൽ ജന്ന വതബ്ഖാ ഉമ്മതി ബഅദഹു. പടച്ചതമ്പുരാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ, എന്നെ റബ്ബ് തആല സ്വർഗത്തിലേക്ക് ആക്കുകയും എന്റെ പാവപ്പെട്ട ഉമ്മത്ത് പരലോകത്ത് അവിടുന്ന് വ്യസനത്തോടെ കഴിയുമോ, അവര് ബാക്കിയാകുമോ എന്ന് ഞാൻ പേടിച്ചുകൊണ്ടോ എന്റെ മിമ്പറിൽ ഞാൻ ഇരിക്കുമെന്ന് ലോകത്തിന്റെ തുല്യതയില്ലാത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ മിമ്പറിൽ ഇരിക്കൂല, എനിക്ക് പേടിയാണ്. ഞാൻ സ്വർഗത്തിൽ കടന്നു, എന്റെ ഉമ്മത്ത് അവിടുന്ന് മഹ്ശറിൽ ബാക്കിയാവുന്നത് ഞാൻ പേടിക്കുകയാണെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ടോ അവിടുന്ന് ഹബീബായ തങ്ങൾ അർശിന്റെ ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. ഈ ഹദീസിന്റെ മനോഹരമായ ഹദീസ് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വിശദീകരിക്കാം. ആ സമയത്ത് മുത്തറസൂല് പറയുന്നു, ഉമ്മത്തി ഉമ്മത്തി, ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് കരയുകയാ. ആ സമയത്ത് പടച്ചതമ്പുരാൻ ചോദിക്കുന്നു, മാ തുരീദു അൻ അൻശഅ ബി ഉമ്മതിക, അങ്ങയുടെ ഉമ്മത്തിനെ എന്ത് ചെയ്യാനാ നബിയെ അങ്ങ് ഉദ്ദേശിക്കുന്നത്? എന്താ അങ്ങയുടെ ഉമ്മത്തിനെ ചെയ്യേണ്ടത്? ഓ സമയത്ത് മുത്തറസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവേ അജ്ജിൽ ഹിസാബഹും, അവിടെ ഹിസാബൊന്ന് നീ ധൃതിയാക്കണേ, അവർക്കൊന്ന് വിചാരണയൊന്ന് നടത്തി കൊടുക്കണേ അല്ലാ. ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക്, അതല്ലെങ്കിൽ നരകത്തിലേക്ക്. ആ മഹ്ശറിലുള്ള ആളുകൾ അവിടുന്ന് നൊമ്പരപ്പെടുകയാ, വ്യസനിക്കുകയാ, കരയുകയാ. അവിടെ പറയുമത്രേ, ഇവിടെ നിന്ന് നരകത്തിലേക്കിലെങ്കിൽ ഒന്ന് പോയാ മതിയല്ല. എന്നാൽ നരകത്തെ കുറിച്ച് അവർക്കറിയുമോ? ഒരിക്കലും നരകം അവർക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് അവർ പറയുക, മുത്തറസൂൽ പറയുന്ന, അല്ലാഹ് അജ്ജിൽ ഹിസാബഹും, അവരുടെ ഹിസാബ് നീ ഒന്ന് ധൃതിയാക്കണേ അല്ലാ.
അവരുടെ വിചാരണ നീ ലഘുവാക്കണേ അല്ലാ, വേഗമാക്കണേ അല്ലാ. ആ സമയത്താണ് അവരുടെ ഹിസാബുകൾ തുടങ്ങുകയത്. മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഹിസാബ് തുടങ്ങാൻ പോകുന്നു, വിചാരണ തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തോ എന്റെ സഹോദരങ്ങൾ സഹോദരിമാര് ശ്രദ്ധിക്കേണ്ടത്, ഏത് ഹിസാബാണ് തുടങ്ങുന്നത്, ഏത് വിചാരണയാണ് പടച്ചതമ്പുരാൻ അവിടുന്ന് തുടങ്ങുന്നത്. ജീവിതത്തിൽ അല്ലാഹു പടച്ചതമ്പുരാൻ നമുക്ക് പ്രായപൂർത്തിയെത്തിയ സമയം മുതൽ അവിടുന്ന് അല്ലാഹു തആല എത്ര വയസ്സ് വരെയാണോ നമുക്ക് ആയുസ് കണക്കാക്കിയെങ്കിൽ ആ സമയങ്ങളിൽ ജീവിച്ചുപോയ സർവ്വതിനെ കുറിച്ചും പടച്ചതമ്പുരാൻ ചോദിക്കുകയില്ലേ? അത് മറന്നുപോയവരെ, എന്തെല്ലാം ഹറാമുകൾ കണ്ടുപോയവരാ, ഏതെല്ലാം ഹറാമുകളിലേക്ക് നടന്നു നീങ്ങിയവരാ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് പത്രത്തിന്റെ താളുകളെടുത്ത് പരിശോധിക്കുമ്പോ കൊലപാതകങ്ങൾ കാണുന്നില്ലേ, വ്യഭിചാരങ്ങൾ കാണുന്നില്ലേ, അക്രമങ്ങൾ കാണുന്നില്ലേ? അവിടുന്ന് നമ്മുടെ അയൽവാസികളുമായി നമ്മൾ പിണക്കത്തിലുള്ളവരല്ലേ? എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുവേള ചിന്തിക്കണേ. നമ്മുടെ എല്ലാ പ്രവൃത്തികളെ കുറിച്ചും പടച്ചതമ്പുരാൻ വിചാരണ നടത്തുമ്പോ അത് മറന്നതുകൊണ്ടല്ലേ ഇന്ന് പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നത്, നിസ്കാരങ്ങൾ കളാക്കുന്നത്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത്, വേശ്യാവൃത്തിക്ക് വേണ്ടി പുറത്തിറങ്ങുന്നത്. എന്റെ പ്രിയമുള്ളവരെ കേട്ടോളൂ, ഹിസാബ് നടക്കാൻ പോവുകയാ. ആ സമയത്ത് മുത്തറസൂല് പറയുന്നുണ്ട്, ഇന്നലില്ലാഹി അസ്സ വജല്ല മലക്കാഹ. പടച്ചതമ്പുരാൻ ഒരു മലക്കുണ്ട് സ്വഹാബ, ഒരു പ്രത്യേകതരം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ വിശേഷണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവിടെ കണ്ണിന്റെയും കൺപുരുകത്തിന്റെയും ഇടയിലുള്ള വഴി ദൂരം എത്രയാണ്? അത് 100 വർഷത്തെ വഴി ദൂരമുണ്ടെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ മലക്കുകളതാ ഇറങ്ങി വരുന്നു. എന്തിന്? ഇവിടെ വിചാരണ നടത്തണം. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം അല്ലാഹു തആല മുസബ്ബിബുൽ അസ്ബാബാണ്. ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു തആല കാരണം അവൻ വെച്ചിട്ടുണ്ട്. ഇവിടെ മഴ വർഷിക്കാൻ അല്ലാഹു പ്രത്യേകം മലക്കുകളെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണത്തിന് വേണ്ടി അവിടുന്ന് അല്ലാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല, എല്ലാത്തിനും അല്ലാഹു തആല ഓരോരോ കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിസാബ് നടത്താൻ പോകുന്ന സമയത്ത് മലക്കുകളതാ ഒരുമിച്ച് കൂടുകയാണ്. ആ സമയത്തോ ആ മലക്കുകളുടെ ഭയാനകരമാകുന്ന രൂപം കാണുന്ന സമയത്ത്, ആ മലക്കുകളുടെ പ്രയാസമുള്ള രൂപം കാണുന്ന സമയത്ത് അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബാ, ആ മലക്കുകളുടെ രൂപം അങ്ങോട്ട് കാണുന്ന സമയത്ത് ലാ യബ്ഖാ നബിയ്യും വലാ സിദ്ദീഖും വലാ സ്വാലിഹ് ഇല്ലാ വയഖിറൂന ലിഅദ്ഖാനിഹിം. ആ മലക്കുകളുടെ രൂപം കാണുന്ന സമയത്ത് ഒരു നബിമാരില്ല, ഒരു സിദ്ദീഖീങ്ങളില്ല, ഒരു സ്വാലിഹീങ്ങളില്ല. ഏത് രൂപത്തിലെന്നറിയാതെ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവരെല്ലാം പേടിച്ചുകൊണ്ട് മുട്ടുകുത്തി വീഴുകയാണ്. ആരെന്നറിയോ? നബിമാരാ, സിദ്ദീഖീങ്ങളാ, സ്വാലിഹീങ്ങളാ. എന്നാലോ സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്താ? ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. അല്ലാഹുവേ, ആ ദിവസത്തിന്റെ കാഠിന്യമാണ്, ആ മലക്കുകളുടെ പ്രയാസമുള്ള രൂപമാണ് മുത്തറസൂല് പറഞ്ഞതെങ്കിൽ നമുക്ക് ഈമാന് നഷ്ടപ്പെട്ടു പോയില്ലേ? അല്ലാഹുവേ, അങ്ങനെ ആ മലക്കുകൾ ഓരോരുത്തരെയും വിചാരണ നടത്താൻ പോവുകയാണ്. ഓരോരുത്തരെയും വിചാരണ നടത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പവിത്രമായ ഖുർആൻ ശരീഫിലൂടെ ഓർമ്മപ്പെടുത്തുകയാ. ഓ ഭയാനകരമായ മഹ്ശറിയില് വിയർപ്പിൽ മുങ്ങിക്കൊലിക്കുമ്പോ ഭീകരമായ ആ മലക്കിന്റെ രൂപം കാണുമ്പോ ഓ സമയത്താണ് നരകം കൊണ്ടുവരാൻ പറയുക. ഇത്രത്തോളം പ്രയാസമുള്ള ആ സമയത്ത് നരകം കാക്കുന്ന മലക്കുണ്ടല്ലോ,
മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, ഓ നരകത്തിൽ നിന്ന് മഅ്ശറയിലേക്ക് കൊണ്ടുവരണേ, ഇതിൽ പരം എന്ത് പ്രയാസമാ ഇനിയുള്ളത്? കേട്ടോളൂ, ആ പരലോകത്തേക്ക് മഅ്ശറയിലേക്ക് കൊണ്ടുവരികയാ, ആളി കത്തുന്ന നരകത്തെ കൊണ്ടുവരികയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. ഒരുപാട് അകലങ്ങളിൽ നിന്ന് ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുകയാണ്, നരകത്തിന്റെ ക്രോധമതാ കേൾക്കുകയാ. ഒരുപാട് അകലങ്ങളിൽ നിന്ന് കേൾക്കുമെങ്കിലോ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ സമയമില്ലല്ലോ, നമുക്ക് നരകത്തെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. എന്റെ പെണ്ണേ, സിനിമ കണ്ട് കരയാനല്ലാതെ, സീരിയൽ കണ്ട് കരയാനല്ലാതെ, ഇഷ്ടനായികയുടെ അവിടുത്തെ എന്തെങ്കിലും ഒരു ദുഃഖം വരുന്ന സമയത്ത് കണ്ണു നനയാനല്ലാതെ, പൊന്നുമോളെ മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാൻ സാധിച്ചിട്ടുണ്ടോ? ഖബറിനെ കുറിച്ച് ഓർത്ത് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹിസാബിനെ കുറിച്ച് ഓർത്ത് കരയാൻ സാധിച്ചിട്ടുണ്ടോ? എന്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുപാട് ആഭാസങ്ങൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുമ്പോ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത്. ഒരുപാട് മോഡലുകൾ, ഫാഷനുകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് മുസ്ലിം സഹോദരിമാരുടെ ഇന്നത്തെ അവസ്ഥ എന്താ? എന്നോട് പാവപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞതാ, ഉസ്താദേ, ഇന്ന് മുസ്ലിം പെൺകുട്ടിയുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാ. ഇന്ന് തലമുടി പുറത്ത് കാണിച്ചുകൊണ്ട് ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട് ഉസ്താദേ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാ. ഇന്ന് മുടി എന്താണ്? ബോബ് ചെയ്യേ എന്തോ ഒരു മോഡലുണ്ടത്രേ, ആ മോഡലിലാണ് ഇന്ന് മിക്ക സഹോദരിമാരും പുറത്തിറങ്ങുക. ഇത് പറയുമ്പോൾ എനിക്ക് 100% ഉറപ്പാട് അങ്ങനെ നടക്കുന്ന പെൺകുട്ടികൾ, സഹോദരിമാരുണ്ടെങ്കിൽ ഉസ്താദ് നിങ്ങൾ എത്ര നസീഹത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇപ്പോൾ അങ്ങനെയല്ലേ നടക്കാൻ കഴിയൂ? അത് ദുനിയാവല്ലേ, ഇവിടെ കുറച്ചൊക്കെ മോഡൽ വേണ്ടേ, ഫാഷന് വേണ്ടേ? ഇതൊക്കെയായിരിക്കും സഹോദരിമാർക്ക് തോന്നുക. അത് തോന്നും, എന്തുകൊണ്ട്? ഇബ്ലീസ് തോന്നിപ്പിച്ചു തരും. പക്ഷേ എന്നാൽ എന്റെ സഹോദരങ്ങളെ, നാളെ മഅ്ശറയിൽ നമുക്ക് ആരുമുണ്ടാകൂല. ആ നരകം വലിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും. ഇൻഷാ അല്ലാഹ് തങ്ങളവர்கள் ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി വേഗം പറയാറുണ്ട്. ആ ദിവസത്തിന്റെ കാഠിന്യം അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് പറയുന്നു. ആ ദിവസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ആ ദിവസത്തിലുണ്ടല്ലോ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫ് പറയുന്നു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവിടെ വായിക്കതാ സീല് വെച്ചിരിക്കുക. കേട്ടോളൂ എന്റെ കാന്തപുരത്ത് വന്നിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പള്ളിയിൽ കാണാത്ത കാരണം കൊണ്ട് ഉസ്താദ് ചോദിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ നുണ പറയാറില്ലേ? എനിക്ക് ജോലിയുണ്ട് ഉസ്താദ്, എനിക്ക് കുടുംബമുണ്ട് ഉസ്താദ്, ഒരുപാട് ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കാരണം പറയുന്നവര് നാളെ പടച്ചോന്റെ കോടതിയിലെത്തുമ്പോ എനിക്കവിടുന്ന് വായതാ സീല് വെച്ചിരിക്കുകയാ. തമ്മാടിത്തരം പറഞ്ഞ നാവുണ്ടല്ലോ, സിനിമ ഗാനം ആലപിച്ചവന്, അവിടുന്ന് മോഷണങ്ങൾ പറഞ്ഞ, മോശത്തരം പറഞ്ഞവന്, റീബത്ത് പറഞ്ഞ നാവുണ്ടല്ലോ, നമീമത്ത് പറഞ്ഞ നാവുണ്ടല്ലോ, അയൽവാസി കുറ്റ പറഞ്ഞ നാവുണ്ടല്ലോ. ഓ, നാവ് കൊണ്ട് നിനക്ക് ഒഴിവ് കഴിവ് പറയാൻ സാധിക്കൂല, പടച്ചവനോട് നുണ പറയാൻ സാധിക്കൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവിടെ വായിക്കതാ സീല് വെച്ചിരിക്കുകയാണ്. എന്നിട്ടോ വതുകല്ലിമുനാ ഐദീഹിം, അവിടെ കരങ്ങളതാ സംസാരിക്കുക, കരങ്ങളതാ സംസാരിക്കുക. എന്റെ പെങ്ങളെ, ഇന്ന് നിങ്ങൾക്കത് കുറിച്ച് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നാളെ പടച്ചോന്റെ കോടതിയിൽ ചെന്നുകൊണ്ട് റഹ്മാനായ പടച്ച തമ്പുരാന്റെ നീതിപീഠത്തിന് മുമ്പിൽ ചെല്ലുമ്പോ ഓ ഹിസാബുകൾ അവിടുന്ന് നേരിടുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അവിടുന്ന് കരങ്ങളതാ സംസാരിക്കുന്നു. എന്നിട്ടോ വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവര് ചെയ്തു പോയ കാര്യങ്ങൾക്ക് വേണ്ടി
അവരുടെ കാലുകളതാ സാക്ഷി നിൽക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ ദിവസത്തിൽ സംസാരിക്കുക കരങ്ങളാണ്. ആ കരങ്ങൾക്ക് സാക്ഷി നിൽക്കുക ആരാ? ആ കരങ്ങൾക്ക് സാക്ഷി നിൽക്കുക ആരാ? ആ കരങ്ങൾ പറയുന്നത് ശരിയാണെന്ന് സമ്മതിക്കുന്നത് ആരാ? എന്റെ നാവ് നുണ പറയാൻ നോക്കും, അതുകൊണ്ട് ഇവിടുന്ന് സംസാരിക്കാൻ അനുവദിക്കൂല. മുണ്ടരുത്, അള്ളാഹുവിന്റെ ഓർഡറാണ്. ഇവിടെ നിനക്ക് സംസാരിക്കാൻ അധികാരമില്ല. ദുനിയാവിൽ നീ അഹങ്കാരത്തോടെ നടന്നവരെ, ധിക്കാരത്തോടെ നടന്നവരെ, എന്റെ കൽപ്പനകൾ ധിക്കരിച്ചവരെ, അന്ന് നിന്നെ ഒന്നും ഞാൻ ചെയ്തില്ല, പക്ഷെ ഇന്ന് നീ സംസാരിക്കാൻ പാടില്ലെന്ന് പടച്ചതമ്പുരാൻ പറയുകയാണ്. പ്രയാസമുള്ള ദിവസത്തില് നമുക്ക് ആരെങ്കിലും കൂട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതല്ലേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. കേട്ടോളൂ, മഹ്ശറിലുള്ള പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യരതാ ഓടുകയാണ്, മനുഷ്യരതാ ഓടുകയാണ്. മിൻ അഖീഹി, അവന്റെ സഹോദരങ്ങളിൽ നിന്ന് ഓടുകയാണ്. കള്ളുകുടിക്കാൻ കൂടെ വന്നിരുന്നല്ലോ, സിനിമയ്ക്ക് കൂടെ വന്നിരുന്നല്ലോ, ഗാനമേളയ്ക്ക് കൂടെ വന്നിരുന്നല്ലോ, എല്ലാ പേക്കൂത്തുകൾക്കും കൂടെ വന്നിരുന്നല്ലോ, എല്ലാ അനാവശ്യങ്ങൾക്കും കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളുണ്ടല്ലോ, നാളെ മഹ്ശറിലുണ്ടാകില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നവ ഉമ്മിഹി, 10 മാസക്കാലത്തോളം നിന്നെ ഗർഭം ചുമന്ന, അതിനുശേഷം നിന്നെ പ്രസവിച്ച, 2 വയസ്സുവരെ നിനക്ക് മുല തന്ന, എന്റെ മലമൂത്ര വിസർജനങ്ങൾ കൈകൊണ്ട് തുടച്ച് വൃത്തിയാക്കിയ, നിന്റെ ഏത് സങ്കടമുണ്ടാവട്ടെ, പ്രയാസമുണ്ടാവട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം നൽകുന്ന ഉമ്മയുണ്ടല്ലോ, നാളെ ആഖിറത്തിൽ പൊന്നുമോനെ നിന്നെ കുറിച്ച് ചിന്തയില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അബീ, അവന്റെ ഉപ്പയുമതാ ഓടുന്നു, സ്വാഹിബത്തിഹി, അവന്റെ കൂട്ടുകാരും അതാ ഓടുകയാണ്, വബനീ, അവന്റെ സന്താനങ്ങളും അവിടുന്ന് ഓടി അകലുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ശരീഫ് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് 2 കാര്യങ്ങൾ കൂടി മറന്നുകൊണ്ട് 2 ഹദീസുകൾ, പ്രധാനപ്പെട്ട 2 ഹദീസ് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ലേലത്തിലേക്ക് കടക്കണം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ ഖബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവിടുന്ന് ഓരോരുത്തരോടും അല്ലാഹു തആല ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മാത്രം അൽഹംദുലില്ലാഹ് ഈ ഒരു സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തി വേഗം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നല്ലവണ്ണം ശ്രദ്ധിക്കടേ, നമ്മെ സഹായിക്കാൻ ഉമ്മയില്ല, ഉപ്പയില്ല, കൂട്ടുകാരില്ല, ആരും കടന്നു വരാത്ത ഭയാനകരമാകുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നു, അലം ഉൻഇം അലൈക ബിശബാബ്, നിനക്ക് യുവത്വം ഞാൻ നൽകിയില്ലോ, നിനക്ക് യുവത്വം ഞാൻ നൽകിയില്ലോ, ഫഫീമാദാ അബ്ലൈത, ആ യുവത്വം നീ എന്തിലാ ചിലവഴിച്ചതെന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോ, എന്റെ കാന്തപുരത്തുള്ള ചെറുപ്പക്കാരാ, നിനക്ക് പറയാൻ കഴിയുമോ? നിനക്ക് പറയാൻ കഴിയുമോ? പടച്ച തമ്പുരാന്റെ പള്ളിയിലേക്ക് പോകാൻ എന്റെ ആരോഗ്യം ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്, ദീനിന് വേണ്ടി ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്, മജ്ലിസിന്നൂറിന് വേണ്ടി ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്, സാധുക്കളെ സഹായിക്കാൻ ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്, ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ ആരോഗ്യം ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയുമോ? അതല്ല, നിസ്കാരമില്ലാതെ കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണ് പിടിച്ചുകൊണ്ട്, പേക്കൂത്തുകൾ ചെയ്തുകൊണ്ട് നിന്റെ ആരോഗ്യം അവിടുന്ന് ചെലവഴിക്കുമ്പോ മറക്കല്ലേ പെണ്ണുമോനെ, നാളെ നിന്റെ യൗവനത്തെ കുറിച്ച് പടച്ച തമ്പുരാൻ ചോദിക്കുകയാ. രണ്ടാമതോ അല്ലാഹു തആല ചോദിക്കുന്നു, അലം ഉംഹില്ലക ഫിൽ ഉംരി, നിനക്ക് ആയുസ് ഞാൻ നീട്ടിത്തന്നില്ലയോ? ഫഫീമാദാ അഫ്നൈത, ആ ആയുസ് നീ എന്തൊരു കാര്യത്തിലാണ് ചിലവഴിച്ചത്? ആ ആയുസ് നീ ഏതൊരു കാര്യത്തിലാണ് ചിലവഴിച്ചത് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നതാണ്.
നമ്മുടെ ആയുസ് അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുശേഷം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പടച്ചതമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ്, അലം ഉർസിഖുൽ മാ, നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയില്ലോ, ഫമിൻ ഐനക്തസബഹു വഫീമാദാ അൻഫഖതാ, നിനക്ക് സമ്പത്ത് നൽകിയില്ലോ, റിസ്ഖുകൾ നൽകിയില്ലോ, അത് ഏത് രൂപത്തിലാണ് നീ ചിലവഴിച്ചിട്ടുള്ളത്, ഏത് രൂപത്തിലാണ് നീ സമ്പാദിച്ചിട്ടുള്ളത്, ആ ഒരു സമ്പത്തുകൾ നീ ഏത് രൂപത്തിലാ ചിലവഴിച്ചിട്ടുള്ളത്? ഹറാമിന്റെ മാർഗത്തിലാണോ സമ്പത്തുകൾ സമ്പാദിച്ചത്? മറ്റുള്ളവരുടെ കച്ചവടത്തിലൂടെ കച്ചവടം നടത്തിയാണോ നീ സമ്പത്ത് സമ്പാദിച്ചത്? അയൽവാസികളുടെ മുതലുകൾ നീ തട്ടിപ്പറിച്ചവനാണോ? അതെല്ലാം കൃത്രിമം ചെയ്തിട്ടുണ്ടോ? കച്ചവടത്തിൽ നീതി പുലർത്തിയിട്ടുണ്ടോ? ഹറാമിലൂടെ സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അത് മാത്രമല്ല സഹോദരങ്ങളെ, അത് മാത്രമല്ല സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, വഫീമാദാ അൻഫഖതു, എന്റെ മുതൽ എന്തിനു വേണ്ടിയാ ചിലവഴിച്ചത്? എന്റെ മുതൽ എന്തിനു വേണ്ടിയാ ചിലവഴിച്ചത്? ബഹുനില സൗധങ്ങൾ പടുത്തുയർത്താൻ വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കുന്നവരെ, വാഹനം വാങ്ങാൻ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നവരെ, ഒരുപാട് ദുനിയാവിയായ കാര്യത്തിന് വേണ്ടി, ദുനിയാവിന്റെ സുഖത്തിനും രസത്തിനും ദിവസത്തിനും ആനന്ദത്തിനും വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കുന്നവരെ, നാളെ പടച്ചതമ്പുരാൻ ചോദിക്കുകയാ, നിന്റെ മുതൽ എന്തിനു വേണ്ടിയാ നീ ചിലവഴിച്ചത്? അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഒരൊറ്റ ആയത്ത് ഒരു ഹദീസ് കൂടി പ്രധാനപ്പെട്ടത് ഞാൻ പറയുന്നുണ്ട്. അതിനു മുമ്പ് മനോഹരമായി സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാ, അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ദുആ ചെയ്യാൻ പോകുന്ന പുണ്യമായ സദസ്സാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് സമയക്കുറവ് മൂലമാ. അതുകൊണ്ട് ഭയാനകരമാകുന്ന മാശറയിലേക്ക് ചിന്ത നഷ്ടപ്പെടല്ലേ. നഷ്ടപ്പെടാതെ ചിന്ത നിങ്ങൾ കൊണ്ടുപോകട്ടെ. അല്ലാഹുവേ, ഒരു കടുകുമണിയുടെ നന്മ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് എന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി കണ്ട് കഴിയുന്ന ആ ഒരു സുന്ദരമായ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിന്റെ വിജയത്തിന് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ആ ദിവസത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ, നിന്റെ സമ്പത്ത് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചുവെന്ന്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, കാന്തപുരത്ത് സ്വർഗത്തിന്റെ വേദി നടക്കുമ്പോ അല്ലാഹുവേ, നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സ്വതക്ക കൊടുത്തിട്ടുണ്ട് എന്ന് ആവേശത്തോടെ പറയാൻ അൽഹംദുലില്ലാഹ് എന്റെ സഹോദരിമാരുടെ അരികിലേക്ക് ഇതാ സംഘാടകർ കടന്നു വരികയാണ്. കൂടുതൽ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയത് സമയക്കുറവ് മൂലമാണ്. അൽഹംദുലില്ലാഹ്, എന്റെ സംഘാടകര് സഹോദരിമാരുടെ അരികിലേക്ക് ചെല്ലണം. എന്നിട്ട് ഞാൻ നിർബന്ധിക്കൂല, നിസ്വാർത്ഥമായി ആ മഅ്ശറയെ കുറിച്ച് ഓർത്തുപോയാൽ അൽഹംദുലില്ലാഹ്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഏതെങ്കിലും ഒരു സഹോദരിമാരുടെ നിസ്വാർത്ഥമായ മനസ്സോട് അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ്, നാളെ മഅ്ശറയിൽ നിങ്ങൾക്ക് നെട്ടോട്ടമോടുന്ന സമയത്ത് മീസാൻ എന്ന് പറയുന്ന തുലാസുണ്ട്. അത് നമുക്കിവിടെ പറയാൻ സമയമില്ല, സമയക്കുറവ് മൂലം ഞാൻ ചുരുക്കുകയാണ്. ആ മീസാൻ എന്ന് പറയുന്ന തുലാസിലേക്ക് നമ്മുടെ നന്മതിന്മകൾ തോക്കുന്ന സമയം, ആ നന്മയിൽ എനിക്ക് ഭാരം വേണം അല്ലാ. അതോടൊപ്പം തന്നെ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോ നിങ്ങളുടെ മുതൽ എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് പറയുമ്പോൾ, ഉമ്മമാരെ നമ്മുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പടച്ചവനോട് പറയാൻ കഴിയുമോ? ലക്ഷങ്ങൾ നമുക്ക് അല്ലാഹു നൽകിയില്ലേ? ഒരുപാട് സമ്പത്തുകൾ നമുക്ക് അല്ലാഹു നൽകിയില്ലേ? ഭർത്താവിന് അല്ലാഹു നല്ല ബിസിനസ് കൊടുത്തില്ലേ? അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസിന്റെ പുണ്യവും മഹത്വവും തങ്ങൾ ഇവിടുന്ന് ദുആ ചെയ്യാൻ പോകുമ്പോ ഒരു സഹോദരി ആദ്യമായി ഒരു സ്വർണത്തിന്റെ മുത്തെങ്കിലും കൊടുക്കാനുണ്ടോ? അവിടുന്ന് വേഗം നോക്കി, ഒരു സഹോദരിമാര് വേഗം, ഒരാൾ ആദ്യം പറയാനുണ്ടോ? അള്ളാഹുവിന്റെ പൊരുത്തം പറഞ്ഞോ? വേഗം നോക്കി. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ കാര്യം കൂടി ഞാൻ അവസാനം പറയും. വേഗം നോക്കുക. ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇൻഷാ അല്ലാഹ് പറയണം നമുക്ക്. ആഖിറത്തിൽ നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ നമുക്ക് നന്മയുടെ ഭാരം വേണം. അതോടൊപ്പം തന്നെ നാളെ നിന്റെ സമ്പത്തുകൾ ഏത് രൂപത്തിൽ ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ ആവേശത്തോടെ പറയാൻ
അൽഹംദുലില്ലാഹ് എന്റെ സഹോദരിമാരെ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഒരാള് അൽഹംദുലില്ലാഹ് ഈ പവിത്രമായ മജ്ലിസിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇത് എന്റെ മഅ്ശറിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആയിരക്കണക്കായ വർഷങ്ങൾ ആ മഅ്ശറിൽ നിലകൊള്ളുമ്പോൾ നാളെ അർശിന് നീലിൽ അനുഗ്രഹിക്കുന്ന 7 വിഭാഗമുണ്ട്. അതൊക്കെ ഞാൻ മനഃപൂർവ്വം അവിടുന്ന് സമയക്കുറവ് മൂലം ഒഴിവാക്കിയതാണ്. എന്നാൽ സാന്ദർഭികമായ ഒരൊറ്റൊന്ന് ഞാൻ പറയട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 7 വിഭാഗത്തിൽ നിന്ന് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ ചെയ്ത സുദഖയാണ്. ഇടത്തെ കൈ അറിയാതെ വലതു കൈ കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കുന്ന സ്വർഗ്ഗ ആ സ്വതക്കയുണ്ടല്ലോ, ആ സ്വതക്ക് കാരണം നാളെ മഅ്ശറിൽ അഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രൂപ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. എന്തുദ്ദേശമാണെങ്കിലും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആ സ്വതക്ക ഒരു ജാരിയായ സ്വതക്കയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ പറയുക. ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ സഹോദരന് നാളെ അർശിന് നീല് നീ കൊടുക്കണയല്ല, നീ കൊടുക്കണയല്ല. അല്ലാഹുവേ ഈ പവിത്രമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് മദ്രസയുടെ പള്ളി നിർമ്മാണത്തിലേക്കാണ് ഇതിന്റെ ഫണ്ടുകൾ സ്വരൂപിക്കുന്നത്. ആ ഒരു നല്ല നെയ്യത്തോടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെല്ലാം സഹോദരങ്ങളുണ്ടോ, സഹോദരിമാരുണ്ടോ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണയല്ല. മഅ്ശറയിൽ വഷളാകുന്ന അവസ്ഥ കൊടുക്കല്ല അല്ലാ. ഹിസാബ് ലഘുവാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു സഹോദരി സ്വർണത്തിന് മോതിരം. ഖുലു തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നിന്റെ പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹുവേ ആഖിറത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവിടുന്ന് ഈമാനോട് ചിന്തിച്ച ഒരു ഉമ്മയാണ് അല്ലാഹുവേ സ്വർണ്ണമോരി തന്നിരിക്കുന്നത്. ധാരാളം സഹോദരിമാരിവിടെ കൂടി നിന്നവരിൽ നിന്ന് ഒരൊറ്റ സഹോദരിക്ക് അവിടുന്ന് സ്വർണം കൊടുക്കാൻ തോന്നിയത് അത് ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ടാ, ഈമാൻ ഉള്ളതുകൊണ്ടാ. അല്ലാഹുവേ ആ സുഖത്തെ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ പറയുക. നീ സ്വീകരിക്കണേ അല്ലാ. ഉദ്ദേശിച്ചുകൊണ്ടാണോ മജ്ലിസിലേക്ക് സദഖ നൽകിയതെങ്കിൽ ഖൈറാദിനെ ഹാസിലാക്കണയല്ല. ഈ മജ്ലിസിലേക്ക് സ്വർണമായും സദഖയായും ആരെല്ലാം നൽകുന്നുവോ അവർക്കെല്ലാം അവർ തേടിയതുപോലെ മുറാദിനെ ഹാസിലാക്കണയല്ല. പരലോകത്ത് രക്ഷ കൊടുക്കണയല്ല. ഹിസാബ് ലഘുവാക്കണയല്ല. അല്ലാഹുവേ അർശിന് നേല് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അർശിന് നേൽ ലഭിക്കുന്ന 7 വിഭാഗം
കാര്യമുണ്ടാകുമ്പോ ഒരു സഹോദരൻ പറഞ്ഞിരിക്കുന്നു, കഴിയുമോ എന്റെ പ്രിയമുള്ളവരെ സഹോദരങ്ങളോട് ഞാൻ നിർബന്ധിക്കൂല, മറിച്ച് എനിക്ക് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടണമെന്ന താല്പര്യത്തോടെ ഒരു 6 സഹോദരങ്ങൾക്ക് കൂടി പറയാൻ സാധിക്കുമ്പോ, ഉസ്താദേ 7 വിഭാഗം ആളുകൾക്ക് അർശ് നീല കൊടുക്കുമ്പോ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തും എനിക്ക് പെടണമല്ല എന്ന നെയ്യത്തോടെ രണ്ടാമത് പറയാനൊരു സഹോദരനുണ്ടോ? വേഗം പറ 7 ആളുകൾ മാത്രമേ ഞാൻ സഹോദരന്മാരെന്ന് ചോദിക്കുന്നുള്ളൂ. ഒരു 3000 രൂപ പറയാൻ, ഒരു 3000 രൂപ നാളെ ആഖിറത്തിൽ അൽഹംദുലില്ലാഹ് കുലു തക്ബീർ കുലു തക്ബീർ കുലു തക്ബീർ ബിഫളലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ രാജസീതായ അല്ലാഹ്, നിന്റെ പരലോകത്തെ കുറിച്ച് ആത്മാർത്ഥമായൊന്ന് ചിന്തിച്ചു പോയാ പിന്നെ 3000 അല്ല അല്ലാ, 30,000 അല്ല അല്ലാ, 3 ലക്ഷം പോലും കൊടുത്താൽ എന്താ അല്ലാ, എത്ര തന്നെ കൊടുത്താലും അവിടെയൊന്ന് രക്ഷപ്പെട്ടാ രക്ഷപ്പെട്ടുവല്ലോ. ആ ഒരു നെയ്യത്തോടെ രണ്ടാമത് 3000 ചോദിച്ചപ്പോ ആവേശത്തോടെ കൈ ഉയർത്തിയ ഓ സഹോദരനെ സ്വീകരിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ, മുറാദ് ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിലേക്ക് ആത്മാർത്ഥതയോടെ സദഖ കൊടുക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെ നീ സ്വീകരിക്കണേ അല്ലാ, അവരുടെ മുറാദുകൾ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. രോഗമുള്ളവരാണെങ്കിൽ ശിഫ കൊടുക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. പരലോകത്തേക്ക് പോകുന്ന സമയത്ത് അല്ലാഹുവേ, അവർക്ക് വാഹനങ്ങളിൽ നീ സഞ്ചരിപ്പിക്കണേ അല്ലാ. റബ്ബേ, തലക്ക് മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന സമയത്ത് 7 വിഭാഗത്തിന് അർശിന് നീര് നൽകുമ്പോ അതിൽ ഒരു വിഭാഗത്തിൽ ഇവരെ നീ പെടുത്തണേ അല്ലാ. അൽഹംദുലില്ലാഹ്. വേഗം പറ, ഒരു 5 പേരും കൂടി വേഗം. ആരാളുള്ളത്? മൂന്നാമത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. 2 പേര് കൂടി പറഞ്ഞു, 5 പേരായി അല്ലെ? 4 പേരായി. അൽഹംദുലില്ലാഹ്. ഇനി 3 പേര് ആരാണ്? അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്ന 3 പേര്. വേഗം പറയും, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പോവാണ്. 3 പേരും കൂടി പറയും. ഒരു 3000 രൂപ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. 4 പേര് പറഞ്ഞു. ഇനി 3 പേരും കൂടി എന്റെ സഹോദരിമാരുടെ ഭാഗത്തു നിന്നും ഒരു 7 ആളുകൾ ഞാൻ ചോദിക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. അല്ലാഹു തആല മനസ്സ് കൊടുത്തവർക്ക് കഴിയൂ. നാളെ എന്റെ ഉമ്മമാരെ സഹോദരിമാരെ ഒരു പക്ഷേ ഈ ഒരു സ്വതക്കയായിരിക്കും നാളെ ആഖിറത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ നന്മയുടെ തുലാസിൽ വലിയൊരു ഭാരമുള്ള അമലാക്കി ഈ സ്വതക്കയെ അല്ലാഹു സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. 4 സഹോദരങ്ങൾ പറഞ്ഞു. ഇനി ആരാ? ഒരു 3 സഹോദരങ്ങൾ കൂടി പറഞ്ഞാൽ മതി. 3 ആളുകൾ. കുലു തക്ബീർ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനി ഒരൊറ്റ സഹോദരങ്ങൾ കൂടി പറയും. ഒരൊറ്റ സഹോദരൻ. അവസാനം 7ാമതാകുന്ന ഒരു സഹോദരൻ. അല്ലാഹു കൊടുക്കുന്ന ഈ സദസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ. അവസാനത്തെ കണ്ണി ആരാ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, അർഹമർ റഹീമായ രാജസീദായ കരുണക്കടലായ അല്ലാഹ്, നിന്റെ ആഖിറം ഓർത്തുപോയതാണ് പടച്ച റബ്ബേ. നിന്റെ മുന്നിൽ നിൽക്കണമല്ലോ അല്ലാഹുവേ. അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായ, ഉമ്മ കാണാതെ ചെയ്തതുണ്ട്, ഉപ്പ കാണാതെ ചെയ്തതുണ്ട്, ഭാര്യ അറിയാതെ ചെയ്തതുണ്ട്, മക്കളറിയാതെ ചെയ്തതുണ്ട്. സകലമായ കാര്യങ്ങൾ നിന്റെ മുമ്പിൽ സവിസ്തരം പ്രതിപാദിക്കുന്ന പരലോകമുണ്ടല്ലോ പടച്ച റബ്ബേ. ആ ലോകത്തെനിക്ക് വിജയം തരണമല്ലാ എന്ന ആഗ്രഹത്തോടെ ഈ മജ്ലിസിലേക്ക് സദഖ കൊടുത്ത മുഴുവൻ ആളുകളെയും സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. അവർക്കൊക്കെ ഹിസാബ് ലഘുവാക്കി കൊടുക്കണേ അല്ലാഹ്. നന്മയുടെ തുലാസിൽ നീ ഭാരം കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 7 സഹോദരിമാരെ ഞാൻ നിർബന്ധിക്കൂല. വേഗം 7 സഹോദരിമാരുടെ ഭാഗം നിന്ന് നോക്കൂ. വേഗം നോക്കി. അള്ളാഹു തിരഞ്ഞെടുക്കുന്ന സഹോദരിമാരിൽ 7 ആളുകളെ വേഗമൊന്ന് നോക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമുൽ ഖിയാമ. ഖിയാമത്ത് ദിവസത്തിൽ അള്ളാഹു തആല ആദ്യമായി വിചാരണ നടത്തുക എന്തിനെക്കുറിച്ചാണ്? അല്ലാഹു തആല ആഖിറ ലോകത്ത് വെച്ച് വിചാരണ നടത്തുമ്പോ ഒന്നാമതായി അല്ലാഹു തആല ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചാ?
അല്ലാഹു തആല ഒന്നാമത് ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാ? എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവന്റെ അമലിൽ നിന്ന് ഒന്നാമതായി അല്ലാഹു ചോദിക്കുന്നത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരത്തെ കുറിച്ച്. അവന്റെ നിസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മുടെ ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തങ്ങൾ അവർക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാളെ ആഖിറലോകത്ത് രക്ഷപ്പെടാൻ കൊതിയോടെ കാത്തിരിക്കുന്നവരെ ഒന്നാമത് മുത്ത് റസൂല് പറയുകയാണ്, അവന്റെ അമലിൽ വെച്ചുകൊണ്ട് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് വിചാരണ നടത്തുന്ന സമയത്ത് ഒന്നാമതായി അവനോട് അമലിൽ നിന്ന് ചോദിക്കുക സ്വലാത്തുഹു, അവന്റെ നിസ്കാരത്തെ കുറിച്ചാ. അവന്റെ ആരാധനയിൽ വെച്ച് നിസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോ നിസ്വാർത്ഥ മനസ്സോടെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ സഹോദരിമാരെ, ഇന്നത്തെ സുബഹി നിസ്കാരം ഖളാആക്കിയവർ എത്ര പേരുണ്ട്? ഇന്ന് നിസ്കരിക്കാത്തവർ എത്ര പേരുണ്ട്? ദിവസത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാആക്കുന്നവര്. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ലാഘവമാണല്ലോ. ഉസ്താദേ, ഈ വൈകിയ വേളയിൽ നിങ്ങൾക്ക് നിസ്കാരത്തെ കുറിച്ചല്ലാതെ മറ്റൊന്നും പറയാനില്ലേ എന്ന ചിന്തയോടെയായിരിക്കും അധിക പേരും നിൽക്കുക. എന്നാൽ അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടില്ല. വർഷാവർഷം ഹജ്ജ് ചെയ്യട്ടെ, നന്മ ചെയ്യട്ടെ, പക്ഷേ അവന്റെ അമലിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലാ പറയുക, ഒന്നാമതായി ചോദിക്കുന്നത് നിസ്കാരമാണെങ്കിൽ കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാ ഉണ്ടാവുക? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, എന്റെ സഹോദരിമാരെ, ഈ മജ്ലിസിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് ഇന്ന് തീരുമാനിക്കണം, നാളെ എനിക്ക് പരലോകത്തേക്ക് പോകണമല്ലോ, ആ ലോകത്ത് വിജയിക്കണമല്ലോ. റബ്ബ് തആല എന്നോട് നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് ഒരു വഖ്ത് നിസ്കാരം പോലും ഞാൻ ഖളാഅത്തുഹു അല്ലാഹ് എന്ന് തീരുമാനിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മോട് പറഞ്ഞു തന്നതാണ്. എന്താണത്? ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ തന്നെ സ്വയം വിചാരണ ചെയ്യുവിനെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുന്ന് പറഞ്ഞുപോയെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് സ്വന്തമായി വിചാരണ നടത്തുക. അതിലൂടെ നമുക്ക് അൽഹംദുലില്ലാഹ് ആഖിറം രക്ഷപ്പെടണം. അല്ലാഹു നാം ഏവരും വിജയിക്കുന്നവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഒരു സഹോദരി 3000 രൂപ തങ്ങളവർക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഒന്നുകൂടി ഞാൻ ചോദിക്കുന്നു, വളരെ സമയം വൈകി മജ്ലിസിന് ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് 6 സഹോദരിമാര് കൂടി ഉണ്ടെങ്കിൽ വേഗം അവിടുന്ന് പേരെഴുതി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. 2-3 വസ്തുക്കൾ ലേലം വിളിക്കാണ്ട് ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സംസം വെള്ളം ഒരു കുപ്പി, സംസം വെള്ളം സാധാരണ ലേലം ചെയ്ത് കൊടുക്കാറില്ല. അതുകൊണ്ട് ഒരു 786 നല്ലൊരു ആരതിൽ ഒരാളെ വിളിച്ചെടുക്കുക. വേഗം വരും. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. മജ്ലിസിൽ നിന്ന് ആഖിറത്തിൽ രക്ഷപ്പെടാൻ നല്ലൊരു നിയ്യത്തോടെ സംസം വെള്ളം. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം.
കോഴിമുട്ട വേഗം വിളിക്ക്, പെട്ടെന്ന് വിളിക്കണം, വേഗം വിളിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1000 രൂപ. അൽഹംദുലില്ലാഹ്. 1000 രൂപ. വേഗം വിളിക്ക്. തങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്ത് നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് വളരെ വൈകിയിട്ടുണ്ട്, വേഗം നോക്കണം. 1000 രൂപ. ഇനി കയറ്റി വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേഗം വിളിക്കണം. 1000 രൂപ ഒരു വട്ടം, 1000 രൂപ 2 വട്ടം, 1000 രൂപ 3 വട്ടം. ബിസ്മില്ലാഹ്. ഒരു പാക്കറ്റ് നല്ല ഈത്തപ്പഴം. വേഗം വിളിക്ക്. ബിസ്മില്ലാഹ്. വേഗം വിളിക്ക്. 100 രൂപ, 500 രൂപ, 500 രൂപ, 1000 രൂപ. അൽഹംദുലില്ലാഹ്. കുലു തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അർഹമുർ റഹീമായ രാജസീദായ തമ്പുരാനെ, ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ആരെല്ലാം എത്രയെല്ലാം എന്തെല്ലാം പ്രയാസം വെച്ചുകൊണ്ട് വിളിക്കുന്നവരാകട്ടെ, ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് പവിത്രത കൊണ്ട് അല്ലാഹുവേ എല്ലാവരുടെയും വിഷമങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേയല്ലാ, മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേയല്ലാ, രോഗങ്ങൾ ശിഫ കൊടുക്കണേയല്ലാ. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ മജ്ലിസിലേക്ക് ചെയ്ത സദഖ അത് വലിയ അമലാക്കി നീ കാണിച്ചു കൊടുക്കണേയല്ലാ. അൽഹംദുലില്ലാഹ്. 1500 രൂപ, 1500, 2000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാന്, ഈ മജ്ലിസിൽ വെച്ച് എന്ത് ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് വിളിക്കുകയാണെങ്കിൽ നീ ഹാസിലാക്കണേ അല്ലാ, മുറാദുകൾ നീ നിറവേറ്റണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ, ആഖിറത്തിൽ രക്ഷ നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്. വേഗം വിളിക്കണ്ടെങ്കിൽ ഞാനിത് ഒരു അദദ് പറഞ്ഞ് വേഗം തരും. ആരെങ്കിലും ഒന്ന് വിളിച്ചെടുക്കോ? ഇൻഷാ അല്ലാഹ് വിളിക്കൂലേ? തങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. ഒരു അദദ് പറയാം. ഞാൻ ആഖിറത്തെ ഉദ്ദേശിച്ച് മാത്രമാണ് അൽഹംദുലില്ലാഹ് ഞാൻ ചോദിക്കുന്നത്. ഒരു 4444 രൂപയ്ക്ക് ഇത് ആരെങ്കിലും വിളിക്കാനുണ്ടോ? വേഗം പറയും. നമ്മുടെ മഹാന്മാരായ ആളുകളൊക്കെ പഠിപ്പിച്ച് നാരിയത്ത് സ്വലാത്തിന്റെ അദദാണിത്. അൽഹംദുലില്ലാഹ്. കുലു തക്ബീർ, കുലു തക്ബീർ, കുലു തക്ബീർ. 4444 രൂപ 3 വട്ടം. ബിസ്മില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ സഹോദരൻ എന്ത് ഉദ്ദേശിച്ചാണോ വിളിച്ചതെന്നറിയില്ല, എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ ദൂരീകരിക്കണേ അല്ലാ, എന്ത് മുറാദുണ്ടെങ്കിലും ഹാസിലാക്കണേ അല്ലാ, രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ, വല്ല രോഗവും കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ശിഫ കൊടുക്കണേ അല്ലാ, ആയുരാരോഗ്യത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ 4444 രൂപ നാളെ ആ സഹോദരന്റെ നന്മയുടെ തുലാസിൽ വലിയ ഭാരമുള്ള അമലാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഒരു കുവ്വപ്പൊടിയുണ്ട്, ഒരു 4444 രൂപ. ആരെങ്കിലും വിളിക്കോ? വേഗം പറയും. നല്ല നെയ്യത്തോടെ എന്റെ സഹോദരിമാർ ആരെങ്കിലും ഒരാളുണ്ടോ? അല്ലെങ്കിൽ സഹോദരിമാര് വേഗം വേഗം. ഒരു 4444 രൂപ. വേഗം വിളിക്കണം, വേഗം വിളിക്ക്, പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്. ഈ മജ്ലിസിൽ നിറഞ്ഞ മജ്ലിസിന് തങ്ങളുടെ ദുആയിൽ ഉൾപ്പെടാൻ പോവുകയാണ്. വേഗം വേഗം പറയണം. 4444 രൂപ ഉറപ്പാണ്. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ആ സദഖ ഒരിക്കലും നിങ്ങൾക്കത് ഖേദിക്കേണ്ടി വരില്ല, നഷ്ടപ്പെടേണ്ടി വരില്ല. നിങ്ങൾ അറിയാതെ നാളെ ആഖിറത്തിലേക്ക് വലിയൊരു അമലായി പ്രതിഫലമായി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരാൾ പറയാനുണ്ട്, വേഗം വരെ. അല്ലാഹുവേ ഇത് കുടിക്കുന്നവർക്ക് അല്ലാഹ് നീ ആയുരാരോഗ്യം കൊടുക്കണേ അല്ലാ, എന്റെ പൊരുത്തത്തിൽ ആരോഗ്യം ചെലവഴിക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ, പ്രത്യേകിച്ച് ഒരു വഖ്ത് പോലും നിസ്കാരം ഖളാ ആക്കാതെ സമയത്ത് നിർവഹിക്കാനുള്ള ആരോഗ്യവും സന്മനസ്സും തൗഫീഖും നീ കൊടുക്കണേ അല്ലാ. വല്ല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ രോഗശാന്തി നീ കൊടുക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് ചെയ്യുന്ന ആ സദഖ നാളെ അവരെ ആഫത്തുകളെ തൊട്ട് തടയുന്നതും പരലോകത്തിൽ നിന്ന് വഷളാകുന്നതിനെ തൊട്ട് തടയുന്നതും നന്മയുടെ തുലാസിൽ വലിയ ഭാരമുള്ളതുമാക്കണേ അല്ലാ.